all of you, welcome to History Online class. Today, we have discussed the Plus 1 History, 4th chapter, the Central Islamic Lands. എല്ലാവർക്കും ഹിസ്റ്ററി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. There are about 1 billion Muslims living in all parts of the world. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്ന് 1 ബില്യൺ മുസ്ലിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ന് ഏകദേശം എത്ര മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എത്ര മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്? ഏകദേശം 1 ബില്യൺ മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. There are citizens of different nations, there are different languages and different dresses, etc. അതായത് they are citizens of different nations. അതായത് എല്ലാ മുസ്ലിങ്ങളും ഒരേ നാഷണലാണോ? അല്ല, മറിച്ച് എന്താണ്? they are citizens of different nations, വ്യത്യസ്ത രാജ്യങ്ങളിൽ. പിന്നെ അതുപോലെ their languages are different, വ്യത്യസ്ത ഭാഷകളാണ് സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ their dressing style, ഡിഫറെൻറ്റ് ഡ്രസ്സിങ് സ്റ്റൈൽ. എന്താണ്? ഡിഫറെൻറ്റ് ഡ്രസ്സിങ് സ്റ്റൈലാണ് ആർക്കുണ്ടായത്? ഈ മുസ്ലിങ്ങൾ. അതായത് എല്ലാ മുസ്ലിങ്ങളും എന്തല്ല, ഒരേ രാജ്യങ്ങളിലല്ല, എന്താണ്, വിവിധ രാജ്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ. അതുപോലെ ഡ്രസ്സിങ് സ്റ്റൈലിൽ വരെ വ്യത്യാസമുള്ള മുസ്ലിങ്ങളാണ് വിവിധ രാജ്യങ്ങളിലെ. പിന്നെ അതുപോലെ തന്നെ ഓരോ മുസ്ലിംസിനും എന്താണ് വ്യത്യസ്ത ഭാഷകളാണ്. അതുപോലെ തന്നെ ഡ്രസ്സിങ് സ്റ്റൈലിൽ വ്യത്യാസമാണ്. എല്ലാ തരത്തിലും വ്യത്യാസങ്ങളും. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും താമസിക്കുന്നവരാണ്. ഇസ്ലാം ഈസ് നോട്ട് എ ന്യൂ റിലീജിയൻ. എന്താ പറയുന്നത്? ഇസ്ലാം നോട്ട് എ ന്യൂ റിലീജിയൻ എന്നാണ് ഏതിൽ പറയുന്നത്? ഖുർആനിൽ പറയുന്നത്. മുസ്ലിംസിന്റെ ഗ്രന്ഥമായ ഖുർആനിൽ എന്താണ് പറയുന്നത്? ഇസ്ലാം എന്ന മതം എന്തല്ല, ഒരു ന്യൂ റിലീജിയൻ അല്ല, അല്ലെങ്കിൽ എന്താണ്, ഒരു പുതിയ ഒരു മതമല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാൻഡ് ഓവർ ഫ്രം വൺ ജനറേഷൻ ടു അതർ. എന്താണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? വൺ ജനറേഷൻ ടു അതർ ത്രൂ പ്രോഫറ്റ്സ്. പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയാണ് എന്ത് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതായത് കൈമാറ്റം ചെയ്യുന്നത്, ഈ മതം കൈമാറ്റം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രവാചകന്മാരിലൂടെയാണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ ഇസ്ലാം മതം കൈമാറ്റം ചെയ്യുന്നത് പ്രവാചകന്മാരിലൂടെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ അറേബ്യൻ പെനിൻസുല 1400 years ago. അതായത് ഇസ്ലാം മതം ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? അറേബ്യയിലാണെന്നാണ് പറയപ്പെടുന്നത്. There are about 1 billion Muslims living in all parts of the world. അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇന്ന് എത്ര മുസ്ലിങ്ങളുണ്ട് എന്നാണ് പറയുന്നത്? 1 ബില്യൺ മുസ്ലിങ്ങളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. They are citizens of different nations. അവരെന്താണ്? വ്യത്യസ്ത രാജ്യങ്ങളിലും പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷകൾ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സ്, വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് ആർക്കുണ്ട്? മുസ്ലിംസിനുള്ളത്. അതായത് എല്ലാ മുസ്ലിംസ് എന്തല്ല ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ രാജ്യത്ത് അല്ലെങ്കിൽ ഒരേ ഭാഷ അല്ലെങ്കിൽ ഒരേ ഡ്രസ്സിങ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരേ ഭക്ഷണ രീതി എന്നല്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ഇസ്ലാം ഈസ് നോട്ട് എ ന്യൂ റിലീജിയൻ എന്നാണ് ഏതിൽ പറയുന്നത്? ഖുർആനിൽ പറയുന്നത്. അത് ഇസ്ലാം എന്നല്ല, ഒരു പുതിയ മതമല്ല എന്നാണ് ഖുർആനിൽ പരാമർശിക്കുന്നത്. ഇറ്റ് ഹാൻഡ് ഓവർ ഫ്രം വൺ ജനറേഷൻ ടു അതർ ത്രൂ പ്രോഫറ്റ്സ്. ഇത് ഈ ഒരു ഇസ്ലാം എന്ന മതം എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് എന്താണ് ഇതിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മതത്തെ കൈമാറ്റം ചെയ്യുന്നത് ആരിലൂടെയാണ്? ത്രൂ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ എന്താണ് പ്രവാചകന്മാരിലൂടെയാണ്. അതായത് ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരിലൂടെയാണ് ഒരു ജനറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇസ്ലാം മതം കൈമാറ്റം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ അറേബ്യൻ പെനിൻസുല. ഇത് എവിടെയാണ് ഒറിജിൻ ചെയ്തതെന്നാണ് പറയുന്നത്? അറേബ്യൻ പെനിൻസുലയിലാണ് ഇത് ഒറിജിൻ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. അതായത് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് അറിയാനുള്ള പ്രധാന ചരിത്ര സ്രോതസ്സുകൾ, ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഫസ്റ്റ് വൺ, സെമി ഹിസ്റ്റോറിക്കൽ വർക്ക്സ്. എന്താണ് സെമി ഹിസ്റ്റോറിക്കൽ വർക്ക്സ്? സെമി ഹിസ്റ്റോറിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധചരിത്ര ഗ്രന്ഥങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങൾ, ലീഗൽ ടെക്സ്റ്റ്, ഡോക്യുമെന്ററി എവിഡൻസ്, ജോഗ്രഫീസ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ട്രാവലേജസ്, ന്യൂമിസ്മാറ്റിക് എവിഡൻസ്, സ്റ്റോറീസ് ആൻഡ് പോയംസ്, എപ്പിഗ്രഫിക് സോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് അറിയാനുള്ളത്. സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിനെ കുറിച്ച് അറിയാനുള്ള പ്രധാന സോഴ്സസ് അഥവാ സ്രോതസ്സുകൾ. അത് സോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്.
സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിനെ അല്ലെങ്കിൽ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് അറിയാനുള്ള പ്രധാന ചരിത്ര സ്രോതസ്സുകൾ. ഫസ്റ്റ് വൺ, സെമി ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, അർദ്ധ ചരിത്ര ഗ്രന്ഥങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങൾ. പിന്നെ അതുപോലെ മറ്റൊന്നെന്താണ് ലീഗൽ ടെക്സ്റ്റ്, നിയമപുസ്തകങ്ങൾ. പിന്നെ പ്രമാണ രേഖകൾ, പിന്നെ അതുപോലെ പ്രമാണ തെളിവുകൾ, പ്രമാണപരമായ തെളിവുകൾ, പ്രമാണങ്ങൾ. പിന്നെ അതുപോലെ ജോഗ്രഫീസ്, ഭൂമിശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, പുരാതത്വ ശാസ്ത്രപരമായ കണ്ടെത്തലുകൾ. പിന്നെ ട്രാവലേജസ്, യാത്രാ വിവരണങ്ങൾ. സ്റ്റോറീസ് ആൻഡ് പോയംസ്, കവിതകളും കഥകളും. അതുപോലെ ന്യൂമിസ്മാറ്റിക് എവിഡൻസ്, നാണയ പഠനങ്ങൾ. പിന്നെ ലാസ്റ്റ് വൺ എന്താണ് എപ്പിഗ്രഫിക് സോഴ്സസ്, എന്താണ് പുരാലിഖിത സ്രോതസ്സുകൾ. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ഏതിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത്? സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മധ്യ ഇസ്ലാമിക രാജ്യങ്ങളെ കുറിച്ച് അറിയാനുള്ള പ്രധാന ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സെമി ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, ക്രോണിക്കിൾസ്, ലീഗൽ ടെക്സ്റ്റ്, ഡോക്യുമെന്ററി എവിഡൻസ്, ജോഗ്രഫീസ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്, ട്രാവലേജസ്, സ്റ്റോറീസ് ആൻഡ് പോയംസ്, ന്യൂമിസ്മാറ്റിക് എവിഡൻസ്, എപ്പിഗ്രഫിക് സോഴ്സസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ ഖലീഫ. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് മുഹമ്മദ് ഇൻ 632 AD, no one remained there to succeed him as prophet. അതായത് പ്രവാചകനായ മുസ്ലിം സമുദായത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലശേഷം എന്തില്ല, അതായത് അദ്ദേഹത്തിന്റെ കാലശേഷം ഈ മുസ്ലിം സമുദായത്തെ ആര് ഭരിക്കണമെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ആര് വരണമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നില്ല. ഹിസ് അതോറിറ്റി വാസ് ട്രാൻസ്ഫർഡ് ടു ഉമ്മ. അതുകൊണ്ട് തന്നെ ഹിസ് അതോറിറ്റി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ ഒരു അധികാരം ആരിലേക്കാണ് കൈമാറിയത്? ഉമ്മ അഥവാ എന്താണ് വിശ്വാസികളുടെ സമുദായത്തിനാണ് എന്ത് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് അല്ലെങ്കിൽ കൈമാറിയിരുന്നത്. There were two main objectives of ഖലീഫ. ഖലീഫമാർക്ക് എന്തുണ്ടായിരുന്നു? 2 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. അതായത് ഖലീഫമാർക്ക് ഇസ്ലാം സമുദായത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭരണം കയ്യിലായപ്പോൾ എന്താണ് എത്ര എയിംസ് അല്ലെങ്കിൽ എത്ര ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു? 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ടു കൺട്രോൾ ദ ട്രൈബ്സ്. എന്താണ് ഗോത്രവർഗ്ഗങ്ങളെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. ടു കൺട്രോൾ ദ ട്രൈബ്സ് അഥവാ എന്താണ് ഗോത്രവർഗ്ഗങ്ങളെ നിയന്ത്രിക്കുക. സെക്കൻഡ് എയിം എന്താണ്? ദ റൈസ് റിസോഴ്സസ് ഫോർ ദി സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ എന്ത് ചെയ്യുക? വരുമാനം വർദ്ധിപ്പിക്കുക. ടു റൈസ് റിസോഴ്സസ് ഫോർ ദ സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. 2 ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ 2 ലക്ഷ്യങ്ങളുണ്ട് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആ 2 ഫസ്റ്റ് വൺ, ടു കൺട്രോൾ ദ ട്രൈബ്സ്, അതായത് എന്താണ് ഗോത്രവർഗ്ഗങ്ങളെ നിയന്ത്രിക്കുക. സെക്കൻഡ് വൺ എന്താണ്? രാഷ്ട്രത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. സെക്കൻഡ് വൺ എന്താണ്? ടു റൈസ് റിസോഴ്സസ് ഫോർ ദ സ്റ്റേറ്റ്. ടു റൈസ് റിസോഴ്സസ് ഫോർ ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഖലീഫ ഭരണത്തിൽ എത്ര ഖലീഫമാരുണ്ടായിരുന്നു? 4 ഖലീഫമാരുണ്ടായിരുന്നു എന്ന്. അതായത് ഖലീഫ ഭരണത്തിൽ 4 ഖലീഫമാരുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ അബൂബക്കർ, സെക്കൻഡ് ഖലീഫ ഉമർ, തേർഡ് ഖലീഫ ഉസ്മാൻ, ഫോർത്ത് ഖലീഫ അലി. അപ്പോൾ അതിൽ ഫസ്റ്റ് ഖലീഫ എന്ന് പറഞ്ഞ പ്രവാചകനായ മുഹമ്മദിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ഫാദർ ഇലോയുമായിരുന്നു ആര്? ഫസ്റ്റ് ഖലീഫ. ഫസ്റ്റ് ഖലീഫ ആരാണ്? അബൂബക്കർ. അതായത് സെക്കൻഡ് ഖലീഫ ആരാണ്? ഉമർ, തേർഡ് ഖലീഫ ഉസ്മാൻ, ഫോർത്ത് ഖലീഫ അലി. ഈ ഫസ്റ്റ് ഖലീഫയായ ഉമറിന്റെ കാലഘട്ടത്തിൽ സപ്രസ് ഓൾ ദ റിവോൾട്ട്സ്, എന്താണ് ചെയ്തിരുന്നത്? സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കലാപങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു? സപ്രസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ കലാപങ്ങളെയും ആരടിച്ചമർത്തിയിരുന്നു? അബൂബക്കർ, ഒന്നാം ഖലീഫയായ അബൂബക്കർ അടിച്ചമർത്തിയിരുന്നു. പിന്നെ സെക്കൻഡ് ഖലീഫയാണ് ആര്? ഉമർ. ഉമർ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് എക്സ്പാൻഡിങ് ദ പവർ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് എക്സ്പാൻഡിങ് ദി പവർ ഓഫ് ദി സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്? അവരുടെ ഈ സാമ്രാജ്യത്തിന് അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രത്തിന്റെ അധികാരം വ്യാപിപ്പിക്കാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. ആര്? സെക്കൻഡ് ഖലീഫയായ ഉമർ. തേർഡ് ഖലീഫയാണ് ആര്? ഉസ്മാൻ. ഉസ്മാൻ അഡോപ്റ്റഡ് ചെയ്തതാണ് എക്സ്റ്റെൻഡ് ദ കൺട്രോൾ ടു സെൻട്രൽ ഏഷ്യ. അതായത് അതിരുകൾ എന്ത് ചെയ്യുക? സെൻട്രൽ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്ക് വ്യാപിപ്പിച്ചു. ഇപ്പൊ 3 ഖലീഫമാര് പറഞ്ഞു. ഫോർത്ത് ഖലീഫ ആരാണ്? അലി. അദ്ദേഹത്തിന്റെ ടൈമിൽ ഹിസ് ടൈം ദാറ്റ് മുസ്ലിംസ് ബ്രോക്ക് ഇൻ ടു സുന്നി ആൻഡ് ഷിയ. അതായത് 4ാമത്തെ ഖലീഫയായ അലിയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം എന്തായിട്ട് മാറി? സുന്നി ആൻഡ് ഷിയ എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. ഇപ്പോൾ 4 ഖലീഫമാരെ പറഞ്ഞു. ഫസ്റ്റ് ഖലീഫ ആരാണ്? അബൂബക്കർ, സെക്കൻഡ് ഖലീഫ ഉമർ, തേർഡ് ഖലീഫ ഉസ്മാൻ, ഫോർത്ത് ഖലീഫ അലി. അതിൽ ഫസ്റ്റ് ഖലീഫയായ അബൂബക്കർ എന്താ ചെയ്തത്? സപ്രസ് ദ ഓൾ ദ റിവോൾട്ട്സ്. അതായത് അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ
സംഘടനകളെയും അല്ലെങ്കിൽ എല്ലാ കലാപങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? അടിച്ചമർത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഖലീഫ എന്താണ് ചെയ്തിരുന്നത്? എക്സ്പാൻഡിങ് ദ പവർ ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അധികാരം എന്ത് ചെയ്ത് വ്യാപിപ്പിച്ചിരുന്നു. പിന്നെ മൂന്നാമത് ഖലീഫ ചെയ്ത എന്താണ്? ടു എക്സ്റ്റെൻഡ്. അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത് കൺട്രോൾ ദ സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്ക് അധികാരം അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്ക് അതിരുകൾ അല്ലെങ്കിൽ മധ്യേഷ്യയിലേക്ക് അതിരുകൾ വ്യാപിപ്പിച്ചിരുന്നു. ആരാണ് ചെയ്തത്? ഉസ്മാൻ, തേർഡ് ഖലീഫയായ ഉസ്മാൻ. അതുപോലെ തന്നെ ഫോർത്ത് ഖലീഫയുടെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം എത്രയായി വിഭജിച്ചു? രണ്ടായി. ഏതൊക്കെ? സുന്നി ആൻഡ് ഷിയ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെറിട്ടറീസ് ബൈ ഖലീഫ. ഫസ്റ്റ് വൺ, ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടെറിട്ടറീസ് വാസ് ഹെഡഡ് ബൈ ഗവർണേഴ്സ് ആൻഡ് ട്രൈബൽ ചീഫ്റ്റൻസ്. അതായത് ഖലീഫമാരുടെ കീഴിലുള്ള ആ ടെറിട്ടറീസ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഭരിച്ചിരുന്നത് ആരായിരുന്നു എന്നാണ് പറയുന്നത്? ഗവർണേഴ്സ് ആൻഡ് ട്രൈബൽ ചീഫ്റ്റൻസ്. ആരൊക്കെയാണ്? ഗവർണർമാരും അതുപോലെ തന്നെ ഗോത്ര തലവന്മാരുമാണ് ഏത് ഖലീഫമാരുടെ കീഴിലുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ദ ടാക്സസ് പെയ്ഡ് ബൈ മുസ്ലിംസ് ഷെയർ ഓഫ് ദ ബൂട്ടി were the main sources of income to the central treasury. അതായത് മുസ്ലിങ്ങൾ നൽകിയിരുന്ന നികുതികളും പിന്നെ അതുപോലെ തന്നെ യുദ്ധമുതലുകളുമായിരുന്നു ഏതിന്റെ മെയിൻ സോഴ്സ്? ഇൻകത്തിന്റെ മെയിൻ സോഴ്സ്. അത് എങ്ങോട്ടുള്ളതാണ്? സെൻട്രൽ ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഖജനാവിലേക്കുള്ള മുഖ്യ വരുമാനം അല്ലെങ്കിൽ മുഖ്യ ഇൻകം അല്ലെങ്കിൽ മെയിൻ ഇൻകം എന്ന് പറയുന്നത് എന്തായിരുന്നു? മുസ്ലിംസ് നൽകിയിരുന്ന നികുതികളും പിന്നെ അതുപോലെ തന്നെ യുദ്ധമുതലുകളുമായിരുന്നു. അതായത് മുസ്ലിം സമുദായക്കാർ നൽകിയിരുന്ന നികുതികളും പിന്നെ അതുപോലെ തന്നെ യുദ്ധമുതലുകളുമായിരുന്നു കേന്ദ്ര ഖജനാവിലേക്കുള്ള മുഖ്യ വരുമാനം. The ruling class and soldiers received share of the booty and monthly payment. അപ്പോൾ എന്താണ് പറയുന്നത്? അത് ഭരണാധികാരികളും പിന്നെ അതുപോലെ തന്നെ പടയാളികളും ഏത് സ്വീകരിച്ചിരുന്നു? ബൂട്ടി ആൻഡ് മന്ത്ലി പേയ്മെന്റ്. അതായത് കൊള്ള മുതലിന്റെയും അതുപോലെ തന്നെ എന്താണ് യുദ്ധമുതലിന്റെയും പിന്നെ മാസ വരുമാനത്തിന് അല്ലെങ്കിൽ മാസ അടവുകളുടെയും ഒരു ഷെയർ ആര് കൈപ്പറ്റിയിരുന്നു? ഭരണാധികാരികളും പടയാളികളും കൈപ്പറ്റിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ദ റൂളിംഗ് ക്ലാസ് ആൻഡ് സോൾജിയേഴ്സ് റിസീവ്ഡ് ദ ഷെയർ ഓഫ് ബ്യൂട്ടി ആൻഡ് മന്ത്ലി പേയ്മെന്റ്. എന്തൊക്കെയാണ്? ബ്യൂട്ടിയും അതുപോലെ തന്നെ മന്ത്ലി പേയ്മെന്റ്. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ യുദ്ധം മുതലിന്റെയും പിന്നെ അതുപോലെ തന്നെ മന്ത്ലി പേയ്മെന്റ്. അപ്പോൾ മാസ അടവുകളും ആരായിരുന്നു സ്വീകരിച്ചിരുന്നത്? അതിന്റെ ഒരു ഭാഗം ആര് സ്വീകരിച്ചിരുന്നു? റൂളിംഗ് ക്ലാസ് അഥവാ ഭരണാധികാരികളും പിന്നെ അതുപോലെ തന്നെ സോൾജിയേഴ്സും പടയാളികളും സ്വീകരിച്ചിരുന്നു. അത് യുദ്ധം മുതലിന്റെയും പിന്നെ അതുപോലെ തന്നെ മാസ അടവുകളുടെയും ഒരു ഭാഗം ഭരണാധികാരികളും പിന്നെ പടയാളികളും സ്വീകരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. The Khalifa showed toleration and respect towards the non-Muslims population. അതായത് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഖലീഫമാര് എന്ത് ചെയ്തു? മറ്റുള്ള മതക്കാരോട് സഹിഷ്ണുതയും ആദരവും പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഖലീഫ ഭരണകാലത്ത് നിന്ന് മുസ്ലിംസിനോട് മാത്രമല്ല സഹിഷ്ണുത കാണിച്ചിരുന്നു. ആരോടൊക്കെ? മറ്റുള്ള മതക്കാരോടും സഹിഷ്ണുതയും ആദരവും പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ to exchange for the protection of life and property of other religion, they were paid in ഖറജ് ആൻഡ് ജിസിയ. അതായത് മറ്റു മതക്കാരുടെ അല്ലെങ്കിൽ അതർ റിലീജിയനെ മറ്റു മതക്കാരുടെ ജീവനും സ്വത്തിനും ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അത് ജീവനും സ്വത്തിനും വേണ്ടിയിട്ട് അവർ എന്ത് നൽകണമായിരുന്നു? ഒരു നികുതി നൽകണമായിരുന്നു. ഖറജ്, ജിസിയ എന്നീ നികുതികൾ ആരായിരുന്നു നൽകിയിരുന്നത്? അമുസ്ലിം ആയിട്ടുള്ള ആളുകൾ. അതായത് ഖറജ്, ജിസിയ എന്നീ നികുതികൾ ആരാണ് നൽകേണ്ടത്? അമുസ്ലിമായ ആളുകളാണ് നൽകേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നൽകുന്ന നികുതിയാണ് ഏത്? ഖറജ്, ജിസിയ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. 1 word ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഖറജ്, ജിസിയ നികുതി ആരാണ് നൽകേണ്ടത്? അതായത് ഖറജ്, ജിസിയ എന്നീ നികുതികൾ ആരാണ് നൽകേണ്ടത്? അമുസ്ലിം ആയിട്ടുള്ള ആളുകൾ. ഏത് കാലഘട്ടത്തിലാണ്? ഖലീഫ ഭരണകാലത്ത് എന്താണ് അമുസ്ലിമായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അവർ നൽകിയിരുന്ന ഒരു നികുതിയാണ് ഏത്? ഖറജ് ആൻഡ് ജിസിയ. The exchange for the protection of life and property for other religion taxes such as ഖറജ് ആൻഡ് ജിസിയ. അതായത് ഖറജ്, ജിസിയ എന്നീ നികുതികൾ ആര് നൽകണം? അതർ റിലീജിയനെ. അത് ഏത് റിലീജിയന്? മുസ്ലിംസ് അല്ലാത്ത മറ്റു റിലീജിയനിലുള്ള അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലാത്ത മറ്റു മതക്കാരായ ആളുകൾ അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നൽകിയിരുന്ന നികുതിയാണ് ഏത്? ഖറജ്, ജിസിയ.
Jews and Christians were declared as protected subjects of the state. അതായത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് പീപ്പിളായിട്ട് അല്ലെങ്കിൽ സംരക്ഷിത ജനതയായിട്ട് കൊണ്ടു നടന്നിരുന്ന ആരായിരുന്നു? ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. അത് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരു സംരക്ഷണ വിഭാഗമായിട്ട് കൊണ്ടു നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഖലീഫ ഭരണകാലത്ത് അഡ്മിനിസ്ട്രേഷൻ അത് ഭരണ രീതി എന്ന് പറഞ്ഞാൽ എന്താ? ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെറിട്ടറീസ് വാസ് ഹെഡഡ് ബൈ ഗവർണേഴ്സ് ആൻഡ് ട്രൈബൽ ചിഫ്റ്റൻസ്. അതായത് ഖലീഫ ഭരണകാലത്ത് ഈ ടെറിട്ടറീസ് അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഭരണം നടത്തിയിരുന്നത് ആരായിരുന്നു? ഗവർണർമാരും അതുപോലെ തന്നെ ട്രൈബൽ ഗോത്ര തലവന്മാരുമായിരുന്നു ഭരണം നടത്തിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ട്രഷറി, അതായത് ഇൻകം ഫോർ ടു ദ സെൻട്രൽ ട്രഷറി, അതായത് ഈ സെൻട്രൽ ട്രഷറിയിലെ അല്ലെങ്കിൽ കേന്ദ്ര ഖജനാവിലെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? ദ ടാക്സസ് പെയ്ഡ് ബൈ മുസ്ലിംസ്, മുസ്ലിം സമുദായക്കാർ നൽകിയിരുന്ന ടാക്സുകളും പിന്നെ അതുപോലെ ബ്യൂട്ടി ഓഫ് ദി മെയിൻ സോഴ്സ് എന്താണ്? യുദ്ധ മുതലുകളുമായിരുന്നു ഏതിൻ്റെ മെയിൻ സോഴ്സ്? ഇൻകത്തിൻ്റെ എന്താണ്? സെൻട്രൽ ഏഷ്യ എനിക്ക് സെൻട്രൽ ട്രഷറിയിലെ കേന്ദ്ര മെയിൻ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ട്രഷറിയിലെ മെയിൻ ഇൻകം എന്തായിരുന്നു? മുസ്ലിംസ് നൽകിയിരുന്ന നികുതികളും പിന്നെ അതുപോലെ തന്നെ യുദ്ധ മുതലുമായിരുന്നു എന്ത്? ഖജനാവിലെ പ്രധാന വരുമാന മാർഗം. പിന്നെ അതുപോലെ റൂളിംഗ് ക്ലാസസ് ആൻഡ് സോൾജിയേഴ്സ് റിസീവ്ഡ് ഷെയർ ഫ്രം ദ ബ്യൂട്ടി ആൻഡ് മന്ത്ലി പേയ്മെന്റ്. അതായത് യുദ്ധമുതലിൻ്റെയും അതുപോലെ തന്നെ മാസ അടവുകളുടെയും ഒരു ഭാഗം ആരായിരുന്നു സ്വീകരിച്ചിരുന്നത്? റൂളിംഗ് ക്ലാസ് അഥവാ ഭരണാധികാരികളും പിന്നെ അതുപോലെ തന്നെ പടയാളികളും സോൾജിയേഴ്സുമായിരുന്നു ഏതിൻ്റെ? യുദ്ധമുതലിൻ്റെയും മാസ അടവുകളുടെയും ഒരു ഭാഗം കൈപ്പറ്റിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഖലീഫ ഭരണകാലത്ത് ദ ഖലീഫ ഷോൺ ടോളറേഷൻ ആൻഡ് റെസ്പെക്ട് ടുവാർഡ്സ് ദ നോൺ മുസ്ലിംസ് പോപ്പുലേഷൻ. അത് ഖലീഫ ഭരണകാലത്ത് അമുസ്ലിമായിട്ടുള്ള എല്ലാ ആളുകളോടും എന്ത് പ്രകടിപ്പിച്ചിരുന്നു? ടോളറേഷൻ അഥവാ സഹിഷ്ണുതയും ആദരവും പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ അമുസ്ലിമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമായിരുന്നു? പെയ്ഡ് ടാക്സ്. ഏത് ടാക്സ് ആണ്? ഖറജൻ ജിസിയ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊട്ടക്ട് ദെയർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അതായത് അവരുടെ ലൈഫിനും അതുപോലെ തന്നെ അവരുടെ സ്വത്തിന് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മുസ്ലിംസ് അല്ലാത്ത മറ്റു മതക്കാർ ഒരു ടാക്സ് നൽകണമായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ടാക്സ്? ഖറജി ആൻഡ് ജിസിയ. ഖറജി ജിസിയ എന്നീ ടാക്സുകൾ ആരാണ് നൽകേണ്ടത്? മുസ്ലിം സമുദായമല്ലാത്ത അമുസ്ലിമായിട്ടുള്ള, അതായത് മുസ്ലിം സമുദായത്തിൽ പെടാത്ത മറ്റുള്ള മതക്കാരൊക്കെ എന്ത് നൽകണം? ഖറജി ആൻഡ് ജിസിയ എന്നീ നികുതികൾ നൽകണമായിരുന്നു. എന്നാൽ ആ ഒരു ഖലീഫ ഭരണകാലത്ത് റെസ്പെക്റ്റഡ് പീപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് പോപ്പുലേഷൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് റെസ്പെക്റ്റഡ് സബ്ജക്ട്സ് ആയിട്ട് ആരായിരുന്നു നിലനിന്നിരുന്നത്? ക്രിസ്ത്യൻസും ജ്യൂസും. അതായത് ക്രിസ്ത്യന്മാരും ജൂതന്മാരും അക്കാലത്ത് സംരക്ഷണ പ്രജകളായിട്ടാണ് നിലനിന്നിരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഉമയ്യദ് ഡൈനാസ്റ്റി, ഉമയ്യദ് വംശം. ഫസ്റ്റ് വൺ, ഉമയ്യദ് വാസ് എ വെൽത്തി ക്ലാൻ അമംഗ് ദി ഖുറൈശി ട്രൈബ്. അതായത് ഖുറൈശി ഗോത്രത്തിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ഏത്? ഉമയ്യദ് എന്ന് പറയുന്നത്. അപ്പോൾ ഉമയ്യദ് വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുറൈശി ട്രൈബിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ഏത്? ഉമയ്യദ്. ഉമയ്യദ് വാസ് എ വെൽത്തി ക്ലാൻ അമംഗ് ദി ഖുറൈശി ട്രൈബ്. മുആവിയ ദ ഫിഫ്ത്ത് ഖലീഫ. അതായത് അഞ്ചാമത്തെ ഖലീഫ ആരായിരുന്നു? മുആവിയ ആയിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഖലീഫമാര്. അപ്പം അഞ്ചാമത്തെ ഖലീഫയായിട്ട് ആരെയാ പറയുന്നത്? മുആവിയ. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഉമയ്യദ് ഡൈനാസ്റ്റി. അതായത് ഫിഫ്ത്ത് ഖലീഫ ആരാണ്? മുആവിയ. എന്നാൽ ഫൗണ്ടർ ഓഫ് ദി ഉമയ്യദ് ഡൈനാസ്റ്റി ആരാണ്? മുആവിയ. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് ഖലീഫ ആരാണ്? അത് മുആവിയാണ്. എന്നാൽ ഫിഫ്ത്ത് ഖലീഫയിലെ ഫിഫ്ത്ത് ആരാണ്? അതും മുആവിയ. അപ്പൊ ഫിഫ്ത്ത് ഖലീഫ എന്ന് ചോദിച്ചാൽ അതാരാണ്? മുആവിയ. എന്നാൽ ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് ഖലീഫ എന്ന് ചോദിച്ചാൽ അതാരാണ്? അതും മുആവിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഖലീഫയിലെ ഫസ്റ്റ് ചോദിച്ചാൽ അത് മുആവിയ. എന്നാൽ ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ അല്ലെങ്കിൽ ഉമയ്യദ് വംശത്തിലെ ഫസ്റ്റ് ഖലീഫ ആരാണ്? അതും മുആവിയ തന്നെയാണ്. അതുപോലെ തന്നെ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഉമയ്യദ് ഡൈനാസ്റ്റി. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ ഉമയ്യദ് വംശ സ്ഥാപകനാണ് ആര്? മുആവിയ. ഉമയ്യദ് ഇംപ്ലിമെന്റഡ് പൊളിറ്റിക്കൽ റിഫോംസ്. അദ്ദേഹം എന്താണ്? ഒരു രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? നടപ്പിലാക്കിയിരുന്നു. ഉമയ്യദ് ഇംപ്ലിമെന്റഡ് പൊളിറ്റിക്കൽ റിഫോംസ്. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ ആര് നടപ്പിലാക്കി? മുആവിയ നടപ്പിലാക്കി. മുആവിയ മൂവ്ഡ് ഹിസ് ക്യാപിറ്റൽ ടു ഡമാസ്കസ്. അദ്ദേഹം ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ ഉമയ്യദ് വംശത്തിന്റെ തലസ്ഥാനം എങ്ങോട്ട് മാറ്റി? ഡമാസ്കസിലേക്ക് മാറ്റി. അപ്പോൾ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഡമാസ്കസ്. ആൻസർ അറിഞ്ഞിരിക്കണം. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഡമാസ്കസ്. He adopted the court ceremonies and
അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ ബൈസാന്റിയൻ എംപയർ. അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള രാജസദസ്സിലെ ആചാരങ്ങളും അതുപോലെ തന്നെ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഏതിൻ്റെ പകർപ്പായിരുന്നു? ബൈസാന്റിയൻ സാമ്രാജ്യത്തിലേതുപോലെയുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെയാണ് ആര് അഡോപ്റ്റ് ചെയ്തത്? മുആവിയ അഡോപ്റ്റ് ചെയ്തത്. അതായത് ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ മുആവിയ നടപ്പിലാക്കിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ഭരണപരമായ സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ തന്നെ കോർട്ട് സെറിമണീസ് എന്താണ് രാജസദസ്സിലെ ആചാരങ്ങളും ആരുടേതെന്ന് കടം കൊണ്ടതാണ്? ബൈസാനിയൻ സാമ്രാജ്യത്തിലേതുപോലെ അഡോപ്റ്റ് ചെയ്തതാണ്. പിന്നെ ആൻഡ് ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഹെറിഡിറ്ററി സക്സഷൻ. അദ്ദേഹം പിന്നെ എന്തുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു? പിന്തുടർച്ചാ അവകാശം കൂടി ആര് കൊണ്ടുവന്നു? മുആവിയ കൊണ്ടുവന്നു. അപ്പോൾ ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ അദ്ദേഹം നടപ്പിലാക്കിയ 3 കാര്യങ്ങളൊന്നും എന്താണ്? കോർട്ട് സെറിമണീസ്, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ഹെറിഡിറ്ററി സക്സഷൻ. ഈ 3 കാര്യങ്ങൾ ആര് കൊണ്ടുവന്നതാണ്? മുആവിയ കൊണ്ടുവന്നതാണ്. അതിൽ കോർട്ട് സെറിമണീസും പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനും ആരിൽ നിന്ന് കടം കൊണ്ടതാണ്? അല്ലെങ്കിൽ ആരുടേതുപോലെയാണ്? ബൈസാന്റിയൻ സാമ്രാജ്യത്തിലേതുപോലെയാണ് എവിടെ നടപ്പിലാക്കിയത്? ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ നടപ്പിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഉമയ്യദ് സ്റ്റേറ്റ് വാസ് ആൻ ഇമ്പീരിയൽ പവർ. ഒരു ഉമയ്യദ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പീരിയൽ പവർ ആയി നിലനിന്നിരുന്നത്. അല്ലെങ്കിൽ ഇമ്പീരിയൽ സ്റ്റേറ്റ് വാസ് ആൻ ഇമ്പീരിയൽ പവർ, അല്ലെങ്കിൽ എന്താണ്? ഒരു സാമ്രാജ്യത്വ ശക്തിയായി നിലനിന്നിരുന്നത് ഉമയ്യദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഉമയ്യദ് സ്റ്റേറ്റ്. ഇറ്റ് വാസ് നോ ലോങ്ങർ ബേസ്ഡ് ഡയറക്റ്റ്ലി ഓൺ ഇസ്ലാം. ഇതെന്തല്ല? ഉമയ്യദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഉമയ്യദ് വംശം ബേസ്ഡ് ഓൺ ഡയറക്റ്റ്ലി ഓൺ ഇസ്ലാം. ഇസ്ലാം മത അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണമായിരുന്നില്ല ഇവിടെ നടപ്പിലാക്കിയിരുന്നത്. ഉമയ്യദ് വംശത്തില് അല്ലെങ്കിൽ ഉമയ്യദ് ഭരണകൂടത്തിൽ ഇസ്ലാം മത അടിസ്ഥാനത്തിലായിരുന്നില്ല ഇവിടെ ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ ഭരണം നടത്തിയിരുന്നത്. ഇറ്റ് വാസ് ദ ഫാക്ട് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആൻഡ് ദ ലോയൽറ്റി ഓഫ് സിറിയൻ ട്രൂപ്സ്. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പിന്നെ രാഷ്ട്രതന്ത്രം, സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സിറിയൻ പട്ടാളക്കാരുടെ കൂറ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് അവരുടെ മെയിൻ ബേസിക് എന്ന് പറഞ്ഞാണെങ്കിൽ ഇറ്റ്സ് വാസ് ബേസ്ഡ് ഏതിന്റെ ബേസിലായിരുന്നു? സ്റ്റേറ്റ് ക്രാഫ്റ്റ്, രാഷ്ട്രതന്ത്രത്തിന്റെയും പിന്നെ അതുപോലെ തന്നെ സിറിയൻ ട്രൂപ്സ്, സിറിയൻ പട്ടാളക്കാരോടുള്ള ഒരു കൂറോട് കൂടിയാണ് എവിടെ നടന്നിരുന്നത്? ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ മെയിനായിട്ട് ഭരണം നടത്തിയിരുന്നത്. രാഷ്ട്രതന്ത്രം പിന്നെ അതുപോലെ സിറിയൻ പട്ടാളക്കാരോടുള്ള കൂറ് എന്നിവയായിരുന്നു ഏതിന്റെ അടിസ്ഥാനം? ഉമയ്യദ് ഡൈനാസ്റ്റിന്റെ മെയിൻ അടിസ്ഥാനം, ഈ ബേസിക് എന്ന് പറഞ്ഞാല്. അപ്പോൾ ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ ഫസ്റ്റ് എന്താണ്? ഉമയ്യദ് വാസ് എ വെൽത്തി ക്ലാൻ ഇൻ ദ ഖുറൈശി ട്രൈബ്. അതായത് ഖുറൈശി ട്രൈബിലെ അല്ലെങ്കിൽ ഖുറൈശി ഗോത്രത്തിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ഏത്? ഉമയ്യദ്. ആരാണ് ഇതിന്റെ ഫൗണ്ടർ? മുആവിയ, ഫൗണ്ടർ ഓഫ് ദി ഉമയ്യദ് ഡൈനാസ്റ്റി. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് ആര്? മുആവിയ. പിന്നെ അതുപോലെ തന്നെ ഫിഫ്ത്ത് ഖലീഫ. ദ ഫിഫ്ത്ത് ഖലീഫ ആരാണ്? മുആവിയ. മുആവിയ വാസ് ദ ഫിഫ്ത്ത് ഖലീഫ. ഫിഫ്ത്ത് ഖലീഫ ആരായിരുന്നു? മുആവിയ. ദ ഫസ്റ്റ് ഉമയ്യദ് ഡൈനാസ്റ്റി, ദ ഫസ്റ്റ് ഖലീഫ ഓഫ് ഉമയ്യദ് ഡൈനാസ്റ്റി. ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ ഫസ്റ്റ് ഖലീഫ അതും ആരാണ്? മുആവിയയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മുആവിയ ഇംപ്ലിമെന്റഡ് പൊളിറ്റിക്കൽ റിഫോംസ്, രാഷ്ട്രീയ റിഫോംസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? മുആവിയ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ മുആവിയ മൂവ്ഡ് ഹിസ് ക്യാപിറ്റൽ ഡമാസ്കസ്. മുആവിയ മൂവ്ഡ് ഹിസ് ക്യാപിറ്റൽ ഡമാസ്കസ്. അതായത് ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റി? ഡമാസ്കസിലേക്ക് മാറ്റി. പിന്നെ അതുപോലെ അഡോപ്റ്റഡ് കോർട്ട് സെറിമണീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ഓഫ് ദ ബൈസാന്റിയൻ എംപയർ. അതായത് ബൈസാന്റിയൻ എംപയറിന് അതുപോലെയാണ് എവിടെ നടപ്പിലാക്കിയത്? ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ. ഏതൊക്കെ കാര്യങ്ങളാണ്? കോർട്ട് സെറിമണീസ്, രാജസദസ്സിലെ ആചാരങ്ങൾ, പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഭരണ സ്ഥാപനങ്ങളൊക്കെ എവിടുത്തേതുപോലെ ബൈസാനിയൻ സാമ്രാജ്യത്തിലേതുപോലെയാണ് ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ നടപ്പിലാക്കിയത്. ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഹെറിഡിറ്ററി സക്സഷൻ. അതായത് പിന്തുടർച്ച അവകാശം ആര് നടപ്പിലാക്കിയിരുന്നു? മുആവിയ ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ നടപ്പിലാക്കിയിരുന്നു. ഉമയ്യദ് സ്റ്റേറ്റ് വാസ് ആൻ ഇമ്പീരിയൽ പവർ. ഒരു ഇമ്പീരിയൽ പവർ ആയിട്ട് നിലനിന്നിരുന്നു. അഥവാ ഒരു ഇമ്പീരിയൽ പവർ ആയിട്ട് നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഏത് നിലനിന്നിരുന്നു? ഉമയ്യദ് ഡൈനാസ്റ്റി നിലനിന്നിരുന്നു. ഇറ്റ് വാസ് നോ ലോങ്ങർ ബേസ്ഡ് ഓൺ ഡയറക്ട്ലി ഓൺ ഇസ്ലാം. എന്തല്ല? ഒരു ഇസ്ലാം മത അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണമായിരുന്നില്ല ഏത്? ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ഭരണം. അതായത് ഇസ്ലാം മത ബേസിക് എന്തില്ല? ഈ ഒരു ഇസ്ലാം മത അടിസ്ഥാനത്തിലായിരുന്നില്ല മുആവിയ എവിടെ നടപ്പിലാക്കിയത്? ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ നടപ്പിലാക്കിയിരുന്നത്. ഇത് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ്.
അത് ഏതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? രാഷ്ട്രതന്ത്രം, പിന്നെ അതുപോലെ തന്നെ സിറിയൻ ട്രൂപ്സ്, സിറിയൻ പട്ടാളക്കാരോടുള്ള ഒരു കൂറ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ദ ഉമയ്യദ് സ്റ്റുഡ് ഫോർ യൂണിറ്റി. ഇവർ എന്തിനു വേണ്ടി നിലനിന്നിരുന്നു? സ്റ്റുഡ് ഫോർ യൂണിറ്റി. അതായത് യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആര് നിലനിന്നിരുന്നു? ഉമയ്യദ്സ് അല്ലെങ്കിൽ ഉമയ്യദ് ഡൈനാസ്റ്റി നിലനിന്നിരുന്നു. ദ സപ്രസ്ഡ് റെബലിയൻസ് ഇൻ ദ നെയിം ഓഫ് ഇസ്ലാം. അതുപോലെ അന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്താണ് ആ ഉമയ്യദ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു അവരുടെ ഭരണകാലഘട്ടത്തിൽ അവരുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന റെബലിയൻസ് അഥവാ റിവോൾട്ട്സ്, സംഘർഷങ്ങളും കലാപങ്ങളൊക്കെ എന്ത് ചെയ്തു? അവർ സപ്രസ് ചെയ്തിരുന്നു. ഏതിന്റെ പേരിൽ? ഇൻ ദ നെയിം ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ പേരിൽ എല്ലാ കലാപങ്ങളും റിവോൾട്ട്സുകളും അഥവാ സംഘടനകളൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ പേരിൽ എന്ത് ചെയ്തു? അടിച്ചമർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇസ്ലാമിന്റെ പേരിൽ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ എന്ത് ചെയ്തു? അവർ അടിച്ചമർത്തിയിരുന്നു. പിന്നെ ദേ മെയിൻറ്റെയിൻ ദെയർ അറബ് സോഷ്യൽ ഐഡന്റിറ്റി. അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഏതൊക്കെ? അറബ് സോഷ്യൽ ഐഡന്റിറ്റി. അറബുകാരുടെ അല്ലെങ്കിൽ അറബ് സോഷ്യൽ സ്വത്വം ആര് നിലനിർത്തിയിരുന്നു? ഉമയ്യദുകൾ നിലനിർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദി അബ്ബാസിദ് റവല്യൂഷൻ, അതായത് അബ്ബാസിദ് വിപ്ലവം. അബ്ബാസിദ് വിപ്ലവത്തിൽ, അതായത് അബ്ബാസിദ് റവല്യൂഷന്റെ മെയിൻ ആയിട്ട് പറയുന്നത് ഇതിനെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഉമയ്യദ് ഡൈനാസ്റ്റി ആയിരുന്നു. അപ്പോൾ ഉമയ്യദ് ഡൈനാസ്റ്റിക്ക് പകരം അവിടെ റീപ്ലേസ് ചെയ്തത് ആരെയാണ്? അബ്ബാസിദുകളെയാണ്. അത് ആരായിരുന്നു? 750, അതായത് 750 ദവ എന്ന ഒരു സുസംഘടിത പ്രസ്ഥാനം അല്ലെങ്കിൽ ദവ എന്നൊരു പ്രസ്ഥാനം ഉമയ്യദുകളെ അട്ടിമറിച്ച് ആ സ്ഥാനത്തേക്ക് ആരെ കയറ്റി? അബ്ബാസിദുകളെ ആ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്തു. ആരാണ്? ദവ എന്നൊരു പ്രസ്ഥാനം ആരെ അട്ടിമറിച്ചത്? ഉമയ്യദുകളെ അട്ടിമറിച്ചിട്ട് എന്ത് ചെയ്തു? അബ്ബാസിദുകളെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചു. 750 ദവ എന്നൊരു പ്രസ്ഥാനം അബ്ബാസിദുകളെ എന്ത് ചെയ്തു? ഉമയ്യദുകളെ അട്ടിമറിച്ച് അബ്ബാസിദുകളെ അവിടെ എന്ത് ചെയ്തു? പ്രതിഷ്ഠിച്ചു, അധികാരത്തിൽ പ്രതിഷ്ഠിച്ചു. 750 ഉമയ്യദുകളെ അട്ടിമറിച്ചിട്ട് അവരെ പ്രതിഷ്ഠിച്ചത്? അബ്ബാസിദുകളെ പ്രതിഷ്ഠിച്ചത്, അല്ലെങ്കിൽ അബ്ബാസിദുകളെ അധികാരത്തിൽ കയറ്റിയത്. ദ അബ്ബാസിദ് വർ എ വെൽത്തി ഫാമിലി ഓഫ് മക്ക. മക്കയിലെ ഒരു വെൽത്തി ഫാമിലി അല്ലെങ്കിൽ ഒരു സമ്പന്ന കുടുംബമായിരുന്നു ഏത്? അബ്ബാസിദുകൾ മക്കയിലെ ഒരു സമ്പന്ന കുടുംബമായിരുന്നു. ദേ പോർട്രേറ്റ് ദ ഉമയ്യദ് റെജിം ആസ് ആൻ ഈവിൾ. അതായത് ഉമയ്യദുകളെ എന്തായിട്ട് ചിത്രീകരിച്ചു? അതായത് ഉമയ്യദുകളെ ദുഷ്ഭരണമെന്ന് ചിത്രീകരിച്ച് ദേ പ്രോമിസ് ദ റെസൊല്യൂഷൻ ഓഫ് ദ ഒറിജിനൽ ഇസ്ലാം ഓഫ് ദ പ്രോഫറ്റ്. അതായത് ഈ അബ്ബാസിദുകൾ എന്താണ് ചെയ്തത്? They patronised the Umayyad regime as an evil. They promised the resolution of the original Islam of the Prophet. അതായത് ഉമയ്യദുകളെ ദുഷ്ഭരണമാണെന്ന് ചിത്രീകരിക്കുകയും എന്നാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം ഞങ്ങൾ കാഴ്ചവെക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും ആര് ചെയ്തു? അബ്ബാസിദുകൾ വാഗ്ദാനം നൽകുകയും ചെയ്തു. അതായത് പ്രജകളോട് എന്ത് പറഞ്ഞു? ഉമയ്യദുകൾ എന്താണ്? ദുഷ്ഭരണമാണ് നടത്തിയത്. അപ്പൊ അതിന് പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രവാചകന്മാരിലൂടെ വന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ഭരണം ആര് കാഴ്ചവെക്കാം? അബ്ബാസിദുകൾ കാഴ്ചവെക്കാമെന്ന് ആ ജനങ്ങളോട് അവരെന്ത് ചെയ്തു? പ്രോമിസ് ചെയ്യുകയും ചെയ്തു. അബ്ബാസിദ് ബ്രോഡ് ചേഞ്ചസ് ഇൻ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇസ്ലാം. അബ്ബാസിദുകൾ ഏതെല്ലാം മേഖലയിലാണ്? പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും അല്ലെങ്കിൽ എന്താണ് കൾച്ചർ ഓഫ് ഇസ്ലാംസ്. അതായത് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ ഘടനയിലും അതുപോലെ തന്നെ കൾച്ചർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിക സംസ്കാരത്തിലും ആര് മാറ്റം വരുത്തി? അബ്ബാസിദുകൾ മാറ്റം വരുത്തി. ഉമയ്യദ് ഭരണത്തിനെ അപേക്ഷിച്ച് കൂടുതൽ മാറ്റങ്ങൾ ആര് വരുത്തി? അബ്ബാസിദുകൾ മാറ്റങ്ങൾ വരുത്തി. ഏതൊക്കെ മേഖലയിലാണ്? പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് കൾച്ചർ ഓഫ് ഇസ്ലാം, അതായത് രാഷ്ട്രീയ ഘടനയിലും അതുപോലെ തന്നെ കൾച്ചർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിക സംസ്കാരത്തിലും ആര് മാറ്റം വരുത്തി? അബ്ബാസിദുകൾ മാറ്റം വരുത്തി. അബ്ബാസിദ് റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ഖുറാസൻ. അബ്ബാസിദ് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഖുറാസൻ എന്ന പ്രദേശത്താണ്, ഖുറാസൻ എന്ന സ്ഥലത്താണ്. അബ്ബാസിദ് റവല്യൂഷൻ അല്ലെങ്കിൽ അബ്ബാസിദ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഖുറാസൻ. അബ്ബാസിദ് റവല്യൂഷൻ ബ്രോക്ക് ഔട്ട് ഇൻ ദി ഖുറാസൻ. ഖുറാസൻ ഹാഡ് എ മിക്സ്ഡ് അറബ് ആൻഡ് ഇറാനിയൻ പോപ്പുലേഷൻ. അതായത് ഖുറാസനിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? അറബും അറേബ്യന്മാരും അതുപോലെ തന്നെ ഇറാനിയന്മാരും കൂടി കലർന്നിട്ടുള്ള ആളുകളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഖുറാസനിൽ ഉണ്ടായിരുന്നത്. ദ അറബ് സോൾജിയേഴ്സ് വേർ മോസ്റ്റ്ലി ഇൻ ഇറാഖ്. അതായത് അറബ് സോൾജിയേഴ്സിൽ അല്ലെങ്കിൽ എന്താണ് അറബ് പടയാളികളിൽ കൂടുതലായിട്ടും ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇറാഖിലെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അറബ് സോൾജിയേഴ്സിൽ കൂടുതലായിട്ടും ഇറാഖിലെ ആളുകളാണ്
അല്ലെങ്കിൽ അറബ് പടയാളികളിൽ കൂടുതലായിട്ടും ആരായിരുന്നു? ഇറാഖിലെ ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദ സിവിലിയൻ അറബ്സ് ഓഫ് ഖുറാസൻ, ദ സിവിലിയൻ അറബ്സ് ഓഫ് ഖുറാസൻ ഹേറ്റഡ് ദ ഉമയ്യദ് റെജിംസ്. എന്താണ്? അതായത് അറബിലെ അല്ലെങ്കിൽ എന്താണ് ഖുറാസനിലെ അറബ് പൗരന്മാർക്ക് ആരോട് ദേഷ്യമുണ്ടായിരുന്നു? ഉമയ്യദ് ഭരണത്തിനോട് ദേഷ്യമുണ്ടായിരുന്നു. അതായത് ഈ ഖുറാസനിലുള്ള അറബ് പൗരന്മാർക്ക്, അറബ് ജനങ്ങൾക്ക്, അറേബ്യൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അറബ് ജനങ്ങൾക്ക് എന്തിൻ്റെ ആരോട് ദേഷ്യം ഉണ്ടായിരുന്നു? ഉമയ്യദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഉമയ്യദ് ഭരണം നടത്തിയിരുന്ന ഭരണത്തോട് ദേഷ്യമുണ്ടായിരുന്നു. ദ സിവിലിയൻ അറബ്സ് ഓഫ് ഖുറാസൻ ഹേറ്റഡ് ദ ഉമയ്യദ് റെജീംസ്. അതായത് ഉമയ്യദിലെ ഭരണത്തോട് വിദ്വേഷം ആർക്കുണ്ടായിരുന്നു? ഖുറാസനിലെ അറബ് പൗരന്മാർക്ക് ആരോട് ദേഷ്യമുണ്ടായിരുന്നു? ഉമയ്യദ് ഭരണത്തോട് വിദ്വേഷമുണ്ടായിരുന്നു. ബിക്കോസ് അതിനുള്ള കാരണം ദ ഉമയ്യദ് ഹാഡ് പ്രോമിസ്ഡ് ദ എന്താണ് ടാക്സ് കൺസെഷൻ ആൻഡ് അതർ പ്രിവിലേജസ്. അവർ ഒരു പ്രോമിസ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകിയിരുന്നു. ടാക്സ് കൺസെഷൻ അതായത് നികുതി എന്ത് ചെയ്യുക, ഒരു നികുതി ഇളവും അതുപോലെ തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും എന്ത് ചെയ്തു? ഉമയ്യദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഉമയ്യദ് ഭരണം എന്ത് ചെയ്തു? വാഗ്ദാനം നൽകിയിരുന്നു. ആ ഒരു വാഗ്ദാനം എന്ത് ചെയ്യുന്നില്ല? ദ വർ നെവർ ഫുൾഫിൽഡ്. എന്ത് ചെയ്യുന്നില്ല? അത് അവരെന്ത് ചെയ്തില്ല? നിറവേറ്റിയിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ആർക്കൊക്കെ? അറബ്യൻ അതായത് ഖുറാസനിലെ അറബ് പൗരന്മാർക്കും അതുപോലെ തന്നെ ആർക്കൊക്കെയാണ്? ഇറാനിയൻ മുസ്ലിംസിനും ആരോട് ദേഷ്യം? ഉമയ്യദുകളോട് ദേഷ്യം. ദ ഇറാനിയൻ മുസ്ലിംസ് ഓഫ് ഖുറാസൻ were also hated ഉമയ്യദ് റജീംസ്. ഖുറാസനിലെ ഇറാനിയൻ മുസ്ലിംസിനും ആരോട് ദേഷ്യമുണ്ട്? ഈ ഉമയ്യദ് ഭരണത്തോട് ദേഷ്യമുണ്ട്. അപ്പോൾ ഈ ഉമയ്യദ് ഭരണത്തോട് അല്ലെങ്കിൽ എന്താണ് ഉമയ്യദ് റജീംസിനോട് ഹെയ്റ്റുള്ള അല്ലെങ്കിൽ വിദ്വേഷമുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇറാനിയൻ മുസ്ലിംസും ഖുറാസനിലെ ഇറാനിയൻ മുസ്ലിംസും അതുപോലെ തന്നെ അറബ് സോൾജിയേഴ്സും. ഖുറാസനിലെ അറബ് സോൾജിയേഴ്സിനും ആരോട് അല്ലെങ്കിൽ അറബ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ അറേബ്യൻ സിവിലിയൻസിനൊക്കെ ആരോട് വിദ്വേഷമുണ്ട്? ഉമയ്യദ് ഡൈനാസ്റ്റിയോട് അല്ലെങ്കിൽ ഉമയ്യദ് റജീംസിനോട് വിദ്വേഷമുണ്ട്. അതായത് ഉമയ്യദ് ഭരണത്തോട് ആർക്കൊക്കെ വിദ്വേഷമുണ്ട്? ഖുറാസനിലെ മുസ്ലിം ഇറാനിയന്മാർക്കും അതുപോലെ തന്നെ ഖുറാസനിലെ അറബ് പൗരന്മാർക്കും ആരോട് വിദ്വേഷമുണ്ട്? ഉമയ്യദ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഉമയ്യദ് റജീംസിനോട് അല്ലെങ്കിൽ ഉമയ്യദ് ഭരണത്തോട് വിദ്വേഷമുണ്ട്. അബു മുസ്ലിം ഡിഫീറ്റഡ് ദ ലാസ്റ്റ് ഉമയ്യദ് ഖലീഫ് മർവാൻ ഇൻ എ ബാറ്റിൽ ഓഫ് റിവർ സാബ്. അതായത് സാബ് നദിക്കരയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉമയ്യദിന്റെ ലാസ്റ്റ് ഖലീഫയായ മർവാനെ ആര് പരാജയപ്പെടുത്തി? അബു മുസ്ലിം പരാജയപ്പെടുത്തി. അപ്പൊ ഉമയ്യദ് വംശത്തിലെ അല്ലെങ്കിൽ ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഖലീഫ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരെയാ പറയേണ്ടത്? മർവാൻ. അത് ക്വസ്റ്റ്യൻ ഓർത്തിരിക്കേണ്ടതാണ്. അതായത് ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഖലീഫ ആരാണ്? മർവാൻ. അതായത് ഫസ്റ്റ് ഖലീഫ അപ്പൊ ആരാണ്? മുആവിയ. അത് ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് ഖലീഫ മുആവിയയാണ്. അതുപോലെ ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഖലീഫ മർവാൻ. ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് ഖലീഫയായ മർവാനെ ആര് പരാജയപ്പെടുത്തി? അബു മുസ്ലിം പരാജയപ്പെടുത്തി. ദെൻ അബ്ബാസിദ് കെയിം ഇൻ ടു പവർ. അതിനുശേഷമാണ് അബ്ബാസിദ് ഒരു വൻ ശക്തിയായി ഉയർന്നു വന്നത്. ദ അബ്ബാസിദ് ട്രാൻസ്ഫർ ദെയർ ക്യാപിറ്റൽ ഇൻ ടു ബാഗ്ദാദ്. അതായത് ഇവരുടെ ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റി? അബ്ബാസിദുകൾ അവരുടെ ക്യാപിറ്റൽ ബാഗ്ദാദിലേക്ക് മാറ്റി. അപ്പോൾ അല്ലെങ്കിൽ ഉമയ്യദുകളുടെ തലസ്ഥാനം ഏതായിരുന്നു? ഡമാസ്കസ് ആയിരുന്നു. അതുപോലെ തന്നെ അബ്ബാസിദുകളുടെ തലസ്ഥാനം ഏതാണ്? ബാഗ്ദാദ്. അത് മാറാൻ പാടില്ല. അത് എന്ത് ചെയ്യുക? നല്ലവണ്ണം പഠിച്ചിരിക്കുക. ഉമയ്യദുകളുടെ ക്യാപിറ്റൽ സിറ്റി ഡമാസ്കസ്, അബ്ബാസിദുകളുടെ ക്യാപിറ്റൽ സിറ്റി ബാഗ്ദാദ്. അബ്ബാസിദുകളുടെ പരിഷ്കാരം അല്ലെങ്കിൽ റിഫോംസ്. ഫസ്റ്റ് റിഫോംസ് എന്താണ്? ദ ആർമി ആൻഡ് ബ്യൂറോക്രസി വർ റീഓർഗനൈസ്ഡ്. അതായത് ആർമി അല്ലെങ്കിൽ എന്താണ് സൈന്യത്തെയും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു അല്ലെങ്കിൽ റീ ഓർഗനൈസ് ചെയ്തു. അതായത് ദ ആർമി ആൻഡ് ബ്യൂറോക്രസി വർ റീഓർഗനൈസ്ഡ് അല്ലെങ്കിൽ എന്താണ് സൈന്യത്തെയും അതുപോലെ തന്നെ ബ്യൂറോക്രസിയും എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ദേ എൻകറേജ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്കോളേഴ്സ്. അവരെന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു അല്ലെങ്കിൽ എന്താ പ്രോത്സാഹിപ്പിച്ചു. ആരെയാണ് ഇവർ പ്രോത്സാഹിപ്പിച്ചത്? അതായത് ഇവരാരെയാണ് പ്രോത്സാഹിപ്പിച്ചത്? ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്കോളേഴ്സ്. അതായത് ഇസ്ലാമിക പണ്ഡിതന്മാരെയും സ്ഥാപനങ്ങളെയും ആര് പ്രോത്സാഹിപ്പിച്ചു? അബ്ബാസിദുകൾ പ്രോത്സാഹിപ്പിച്ചു. തേർഡ് വൺ, ദേ മെയിൻറ്റെയിൻ ദ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. എന്ത് ചെയ്തു? ദേ മെയിൻറ്റെയിൻ ദ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവം എന്ത് ചെയ്തു? മെയിൻറ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ നിലനിർത്തി. ഒരു രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവത്തെ എന്ത് ചെയ്തു? അവര് നിലനിർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തേർഡ് പോയിന്റ് എന്താണ്? ദേ മെയിൻറ്റെയിൻ ദ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. ദ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് അഥവാ എന്താണ്? കേന്ദ്രീകൃത സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ കേന്ദ്രീകൃത സ്വഭാവം
നിലനിർത്തിയിരുന്നു. ഫോർത്ത് പോയിന്റ് ആണ് they maintained the splendid imperial architecture and court ceremonies of the ഉമയ്യദ്. ഇവര് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തത് ഉമയ്യദുകളുടെ ഒരു കാര്യം ഇവർ എന്ത് ചെയ്തു, അഡോപ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതേതാണ്? they maintained the splendid imperial architecture and court ceremonies of the ഉമയ്യദ്. കോർട്ട് സെറിമണീസ് ഓഫ് ദ ഉമയ്യദ്, അതായത് ഉമയ്യദുകളുടെ കോർട്ട് സെറിമണി അഥവാ രാജസദസ്സിലെ ആചാരങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇംപീരിയൽ ആർക്കിടെക്ചർ, രാജകീയ ശില്പകലയും ആര് അഡോപ്റ്റ് ചെയ്തിരുന്നു? അബ്ബാസിദുകൾ അതേപോലെ നിലനിർത്തിയിരുന്നു. അപ്പോൾ ഉമയ്യദുകളുടെ ഒരേ ഒരു കാര്യം മാത്രം, അതായത് ഈ ഒരു കാര്യം മാത്രമാണ് ആരും നിലനിർത്തിയിരുന്നത്? അബ്ബാസിദുകൾ. ഏതാണത്? ഒരു ഇംപീരിയൽ ആർക്കിടെക്ചർ ആൻഡ് കോർട്ട് സെറിമണീസ്. ഇംപീരിയൽ ആർക്കിടെക്ചറും അതുപോലെ കോർട്ട് സെറിമണീസും ആണ് ആര് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്? അബ്ബാസിദുകൾ. ആരുടേതാണ്? ഉമയ്യദുകളുടെ കോർട്ട് സെറിമണീസും അതുപോലെ തന്നെ ഇംപീരിയൽ ആർക്കിടെക്ചറും, അത് ഉമയ്യദ് ഭരണത്തിലെ രാജകീയ ശില്പകലയും അതുപോലെ തന്നെ എന്താണ് രാജസദസ്സിലെ ആചാരങ്ങളും ആര് നിലനിർത്തി? അബ്ബാസിദുകൾ നിലനിർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ അബ്ബാസിദ് റവല്യൂഷൻ വാസ് ബ്രോക്ക് ഔട്ട് ഇൻ ദി ഖുറാസൻ. അബ്ബാസിദ് റവല്യൂഷൻ എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ഖുറാസനിലാണ്. പിന്നെ അതുപോലെ ഈ അബ്ബാസിദുകൾ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ദവ എന്നൊരു പ്രസ്ഥാനം ആരെന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഉമയ്യദുകളുടെ സ്ഥാനത്തേക്ക് അബ്ബാസിദുകളെ റീപ്ലേസ് ചെയ്തു. ഉമയ്യദുകളെ അട്ടിമറിച്ച് ആ സ്ഥാനത്തേക്ക് അബ്ബാസിദുകളെ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? അവർ നൽകിയിട്ടുള്ള പ്രോമിസ് ഒന്നും എന്ത് ചെയ്യില്ല? they were never fulfilled. അവർ നൽകിയിട്ടുള്ള പ്രോമിസുകൾ എന്ത് ചെയ്യുന്നില്ല? നെവർ ഫുൾഫിൽഡ്. അവർ ഒരിക്കലും അത് ആ വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തില്ല? വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ടാണ് അവർ നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അവര് ടാക്സ് കൺസെഷൻ, അതായത് നികുതി ഇളവ് നൽകിയിരുന്നു. അതുപോലെയുള്ള വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തില്ല? ഉമയ്യദുകൾ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തില്ല? ഒരു ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണമായിരുന്നില്ല ആര് കാഴ്ചവെച്ചിരുന്നത്? ഉമയ്യദുകൾ. അതുകൊണ്ട് തന്നെ അബ്ബാസിദുകൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു, എന്ത്? ഞങ്ങൾ എന്ത് ചെയ്യാം? യഥാർത്ഥ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ഭരണം നടത്താം. അബ്ബാസിദുകൾ നടപ്പിലാക്കിയ റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ എന്താണ്? ദ ആർമി ആൻഡ് ബ്യൂറോക്രസി വർ റീഓർഗനൈസ്ഡ്. സൈന്യത്തെയും ബ്യൂറോക്രസിയെയും എന്ത് ചെയ്തു? പുനർസംഘടിപ്പിച്ചു. സെക്കൻഡ് വൺ, ദേ എൻകറേജ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്കോളേഴ്സ്. അവരെന്ത് ചെയ്തു? ഇസ്ലാമിക പണ്ഡിതന്മാരെയും ഇസ്ലാമിക സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. തേർഡ് വൺ, ദേ മെയിൻറ്റെയിൻ ദ സെൻട്രലൈസ്ഡ് നാച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് നാച്ചറിനെ എന്ത് ചെയ്തു? അവർ നിലനിർത്തിയിരുന്നു. പിന്നെ ഫോർത്ത് പോയിന്റ് ആണ് ദേ മെയിൻറ്റെയിൻ ദ സ്പ്ലെൻഡിഡ് ഇംപീരിയൽ ആർക്കിടെക്ചർ ആൻഡ് കോർട്ട് സെറമണീസ് ഓഫ് ഉമയ്യദ്. ഉമയ്യദുകളുടെ കോർട്ട് സെറിമണികളും അതുപോലെ തന്നെ ഇംപീരിയൽ ആർക്കിടെക്ചറും ആര് അഡോപ്റ്റ് ചെയ്തു? അബ്ബാസിദുകൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അബ്ബാസിദുകൾ ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ എന്ത് ചെയ്തു? രാജകീയ ശില്പകലയും അതുപോലെ തന്നെ രാജസദസ്സിലെ ആചാരങ്ങളും അതുപോലെ നിലനിർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ലേണിംഗ് ആൻഡ് കൾച്ചർ, വിജ്ഞാനവും സംസ്കാരവും. ഫസ്റ്റ് വൺ ആണ് ഇസ്ലാമിക് ലോ. അക്കോർഡിംഗ് ടു റിലീജിയസ് സ്കോളേഴ്സ്, നോളജ് വാസ് ഡിറൈവ്ഡ് ഫ്രം ദി ഖുർആൻ ആൻഡ് മോഡൽ ബിഹേവിയർ ഓഫ് ദി പ്രോഫറ്റ്. മതപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? ഖുറാനിൽ നിന്നുള്ള വിജ്ഞാനവും അതുപോലെ തന്നെ പ്രവാചകന്റെ മാതൃകാപരമായ പെരുമാറ്റവുമാണ് ഏതിന്റെ അടിസ്ഥാനം? ഇറ്റ് വാസ് ഓൺലി വേ ടു നോ ദ വിൽ ഓഫ് ദി ഗോഡ് ആൻഡ് പ്രൊവൈഡ് ഗൈഡൻസ്. എന്തിനുള്ളത്? ഗോഡിന്റെ ഹിതം അറിയാനും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയാനും അതുപോലെ തന്നെ ലോകത്തെ നയിക്കാനുമുള്ള ഏക മാർഗം എന്താണ്? നോളേജ് ഓഫ് ദ ഖുറാനിൽ നിന്നുള്ള വിജ്ഞാനവും പിന്നെ അതുപോലെ തന്നെ എന്താണ്? മോഡൽ ബിഹേവിയർ ഓഫ് ദ പ്രോഫറ്റ്. പ്രവാചകന്റെ മാതൃകാപരമായ പെരുമാറ്റവുമാണ് എന്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്? ലോകത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം അറിയാനും അതുപോലെ തന്നെ ലോകത്തെ നയിക്കാനുമുള്ള ഏക മാർഗം. അതായത് ദൈവത്തിന്റെ ഹിതം അറിയാനും അതുപോലെ തന്നെ ലോകത്തെ നയിക്കാനുമുള്ള ഏക മാർഗം എന്താണ്? നോളേജ് ഓഫ് ദി ഖുർആൻ. എന്താണ്? ഖുറാനിൽ നിന്നുള്ള വിജ്ഞാനവും അതുപോലെ തന്നെ മോഡൽ ബിഹേവിയർ ഓഫ് ദി പ്രോഫറ്റ്. പ്രവാചകന്മാരുടെ മാതൃകാപരമായ പെരുമാറ്റവുമാണ് എന്തിന്റെ അടിസ്ഥാനം? ദൈവത്തിന്റെ ഹിതം അറിയാനും അതുപോലെ തന്നെ ലോകത്തെ നയിക്കാനുമുള്ള ഏക മാർഗം. അതുപോലെ തന്നെ സം ഉലമാസ് പ്രിപ്പയർഡ് എ ബോഡി ഓഫ് ലോസ്. അതായത് ചില മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ഉലമാക്കൾ അല്ലെങ്കിൽ ചില വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസി സമുദായത്തിലെ ചില ആളുകൾ എന്ത് ചെയ്തു? ബോഡി ഓഫ് ലോസ് ഏതാണ്? ശരിയായ എന്നൊരു നിയമം നടപ്പിലാക്കി.
അതായത് എന്ത് ചെയ്തു, പ്രൊവൈഡ് എ ബോഡി ഓഫ് ലോസ്. മതപണ്ഡിതന്മാർ നിയമസംഹിത ബോഡി ഓഫ് ലോസ്, എന്താണ്, ഒരു നിയമസംഹിത നടപ്പിലാക്കി. അതിന് പറയുന്ന പേരാണിത് ശരിയ. അതുപോലെ ലീഗൽ സ്കോളേഴ്സ് ഇമ്പോർട്ടൻസ് ടു റേഷണാലിറ്റി. അതായത് നിയമപ്രശ്നം അല്ലെങ്കിൽ നിയമപണ്ഡിതന്മാർ എന്തിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത്? ടു റേഷണാലിറ്റി. ലീഗൽ സ്കോളേഴ്സ് ഇമ്പോർട്ടൻസ് ടു റേഷണാലിറ്റി. അതായത് നിയമപണ്ഡിതന്മാർ എന്തിനു പ്രാധാന്യം നൽകി എന്നാണ് പറയുന്നത്? യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉലമാക്കൾ തയ്യാറാക്കിയ 4 നിയമങ്ങൾ എത്രയാണ്? 4 ഉണ്ട്. ഫസ്റ്റ് വൺ മാലിക്കി, സെക്കൻഡ് വൺ ഹനഫി, തേർഡ് വൺ ഷാഫി, ഫോർത്ത് വൺ ഹംബലി. അതായത് 4 സ്കൂൾസ് ഓഫ് ലോസ്. ഏതൊക്കെയാണ് 4 സ്കൂൾസ് ഓഫ് ലോ? അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ 4 ആണ്. ഒന്ന് എന്താണ്? മാലിക്കി, മറ്റേ ഹനഫി, ഷാഫി ആൻഡ് ഹംബലി. ഏതൊക്കെയാണ് 4 ഇസ്ലാമിക നിയമങ്ങളുണ്ട്? ഫസ്റ്റ് വൺ മാലിക്കി, സെക്കൻഡ് വൺ ഹനഫി, തേർഡ് വൺ ഷാഫി, ഫോർത്ത് വൺ ഹംബലി. The Sharia provided guidance and all possible legal issues. ശരിയ പോസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ ശരിയ ഗൈഡൻസ് നൽകുന്നത്, അല്ലെങ്കിൽ എന്താണ് ശരിയ എന്ന നിയമം. അത് ശരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോഡി ഓഫ് ദി ലോസ്, അല്ലെങ്കിൽ ഒരു നിയമ സംഹിതയാണ് ഏത്? ശരിയ. അപ്പൊ ശരിയ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഗൈഡൻസ് ഓൾ പോസിബിൾ ലീഗൽ ഇഷ്യൂസ്. നിയമപ്രശ്നങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് ആര് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ശരിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് സമൂഹത്തിലുള്ള ലീഗൽ ഇഷ്യൂസ്, അതായത് നിയമപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് മാർഗനിർദ്ദേശം നൽകുന്നത്? ശരിയ മാർഗനിർദ്ദേശം നൽകുന്നത്. എ ഗ്രൂപ്പ് ഓഫ് എ റിലീജിയസ് മൈൻഡഡ് പീപ്പിൾ ഇൻ മിഡീവൽ ഇസ്ലാം. അതായത് മധ്യകാലത്ത് ഇസ്ലാം മതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഏത്? സൂഫിസം. മധ്യകാലത്ത് ഇസ്ലാം മതത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് സൂഫിസം. Sufis sought a deeper and personal knowledge of God through asceticism and mysticism. എന്താണ് പറയുന്നത്? അതായത് സൂഫികൾ അല്ലെങ്കിൽ സന്യാസ ജീവിതം, ആജ്ഞേയവാദം എന്നിവയിലൂടെ ദൈവത്തെ ആയത്തിൽ മനസ്സിലാക്കുന്നതിനാണ് സൂഫികൾ ശ്രമിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്? സന്യാസ ജീവിതം, ആജ്ഞേയവാദം എന്നിവയിലൂടെ ദൈവത്തെ ആയത്തിൽ മനസ്സിലാക്കുന്നതിനാണ് സൂഫികൾ ശ്രമിച്ചിരുന്നത്. സൂഫീസ് ഡിനൗൺസ്ഡ് ദ മെറ്റീരിയൽ ലൈഫ് ആൻഡ് പ്ലഷേഴ്സ്. എന്താണ്? സൂഫീസ് ഡിനൗൺസ്ഡ് ദ മെറ്റീരിയൽ ലൈഫ് ആൻഡ് പ്ലഷേഴ്സ്. അതായത് ഭൗതിക ജീവിതത്തോടും സുഖസൗകര്യങ്ങളോടും സമൂഹം കാണിക്കുന്ന സമൂഹം കാണിക്കുന്ന ആകർഷണതയെ സൂഫികൾ എന്ത് ചെയ്തു? നിരാകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭൗതിക ജീവിതത്തോടും സുഖസൗകര്യങ്ങളോടും സമൂഹം കാണിക്കുന്ന ആകർഷതയെ സൂഫികൾ എന്ത് ചെയ്തു? നിരാകരിച്ചിരുന്നു. ദേ ബിലീവ് ഓൺ ഗോഡ് അലോൺ. അവരെന്താണ്? ദൈവത്തിനെ അല്ലെങ്കിൽ ദൈവത്തിൽ മാത്രമാണ് ആര് വിശ്വാസം അർപ്പിച്ചിരുന്നത്? സൂഫികൾ. ദേ ബിലീവ് ഓൺ ഗോഡ് അലോൺ. അവർ ദൈവത്തിൽ മാത്രമാണ് എന്ത് ചെയ്ത്? വിശ്വാസം അർപ്പിച്ചിരുന്നത്. സൂഫീസ് വേർ മിസ്റ്റിക്സ് ആൻഡ് പാന്തറ്റിസ്റ്റ്. സൂഫികൾ എന്തായിരുന്നു? ഒരു സർവേശ്വരവാദികളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൂഫീസ് വേർ മിസ്റ്റിക്സ് ആൻഡ് പാന്തിയസ്റ്റ്. സൂഫികൾ എന്തായിരുന്നു എന്നാണ് പറയുന്നത്? ആജ്ഞേയവാദികളും സർവേശ്വരവാദികളുമായിരുന്നു എന്നാണ് പറയുന്നത്. സൂഫീസ് വേർ മിസ്റ്റിക്സ് ആൻഡ് പാന്തിയസ്റ്റ്. സൂഫികൾ ആജ്ഞേയവാദികളും സർവേശ്വരവാദികളുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദേ എംഫസൈസ് ഓൺ പ്രെയർ ആൻഡ് ലവ്. അതായത് സൂഫികൾ എന്തായിരുന്നു? പ്രാർത്ഥനയ്ക്കും അതുപോലെ സ്നേഹത്തിനും അവർ ഊന്നൽ നൽകിയിരുന്നു അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയിരുന്നു. ദേ എംഫസൈസ്ഡ് ഓൺ പ്രെയർ ആൻഡ് ലവ്. പ്രയറിനും അതുപോലെ ലവിനും എന്ത് ചെയ്തു? ദെയർ ഇമ്പോർട്ടൻസ്. ദേ എംഫസൈസ്ഡ് ഓൺ പ്രെയർ ആൻഡ് ലവ്. അവർ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകിയിരുന്നത്? പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും എന്ത് ചെയ്തു? അവർ ഊന്നൽ നൽകിയിരുന്നു. ടു എംഫസൈസ് മോണോത്തിസം ആൻഡ് ആൾസോ ഇമ്പോർട്ടൻസ് ടു പാന്തിയസം. അതായത് അവർ കൂടുതൽ ഏകദൈവ വിശ്വാസത്തിനാണ് ആര് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്? സൂഫികൾ ദൈവത്തിൻ്റെ ഏകത്വത്തിലാണ് വിശ്വസിച്ചിരുന്നത്. റാബിയ, എ മോങ്ക് ഫ്രം ബസ്ര, സ്പ്രെഡ് ദ ലവ് ഓഫ് ഗോഡ് ത്രൂ ഹിസ് പോയം. എന്താണ് പറയുന്നത്? ബസ്രയിലെ റാബിയ എന്ന സന്യാസി തൻ്റെ കവിതകളിലൂടെ ദൈവസ്നേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. റാബിയ, എ മോങ്ക് ഫ്രം ബസ്ര. ബസ്രയിലുള്ള റാബിയ സ്പ്രെഡ് ദ ലവ് ഓഫ് ഗോഡ് ത്രൂ ഹിസ് പോയം. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ എന്താണ് പ്രകടിപ്പിച്ചത്? ദൈവസ്നേഹം പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് റാബിയ
ബസറയിലെ റാബിയ എന്ന സന്യാസി തൻ്റെ കവിതകളിലൂടെ ദൈവസ്നേഹം പ്രചരിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബയാസിദ്, an Iranian Sufi, taught the importance of the soul to be absorbed in God. എന്താണ് പറയുന്നത്? ബയാസിദ്, an Iranian Sufi, taught the importance of the soul to be absorbed in God. ഒരു ഇറാനിയൻ സൂഫിയായിരുന്ന ബയാസിദ് ആത്മാവ് ദൈവത്തിൽ ലയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതായത് ഇറാനിയൻ സൂഫിയായിരുന്ന ബയാസിദ് എന്താണ് പഠിപ്പിച്ചത്? ആത്മാവ് ദൈവത്തിൽ ലയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചിരുന്നു. എന്താണ് പഠിപ്പിച്ചത്? ആത്മാവ് ദൈവത്തിൽ ലയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൽപ്പിച്ചത് അല്ലെങ്കിൽ പ്രാധാന്യം പഠിപ്പിച്ചത് ആരാണ്? ഇറാനിയൻ സൂഫിയായിരുന്ന ബയാസിദ്. ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. എന്ത്? ആത്മാവ് ദൈവത്തിൽ ലയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഹൂ ഇസ് ടോട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോൾ ടു ബി അബ്സോർബ്ഡ് ഇൻ ഗോഡ്. അതാരാണ്? ഇറാനിയൻ സൂഫി ആയിരുന്ന ബയാസിദ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിലോസഫി ആൻഡ് സയൻസ്. ഗ്രീക്ക് ഫിലോസഫി, മാത്തമാറ്റിക്സ്, മെഡിസിൻ were taught with other subjects in the schools of Alexandria, Syria and Mesopotamia. അലക്സാൻഡ്രിയ, സിറിയ, മെസ്സപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ മറ്റു വിഷയങ്ങളോടൊപ്പം ഏതെല്ലാം വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞത്? ഗ്രീക്ക് ദർശനവും ഗണിതവും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഗ്രീക്ക് ഫിലോസഫി, മാത്തമാറ്റിക്സ്, മെഡിസിൻ were taught with other subjects. അതായത് ഗ്രീക്ക് ഫിലോസഫിയും മാത്തമാറ്റിക്സും മെഡിസിനും എവിടെ പഠിപ്പിച്ചിരുന്നു? അലക്സാൻഡ്രിയ, സിറിയ, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ മറ്റുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ ഏതെല്ലാം പഠിപ്പിച്ചിരുന്നു? ഗ്രീക്ക് ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ. അതായത് അലക്സാൻഡ്രിയ, സിറിയ, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ ഗ്രീക്ക് ഫിലോസഫിയും മാത്തമാറ്റിക്സും മെഡിസിനും മറ്റുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ പഠിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. The Umayyad and the Abbasid Caliph entrusted the Christian scholars the task of translating Greek and Syriac books into Arabic. എന്താണ് പറയുന്നത്? ഉമയ്യദ് അബ്ബാസിദ് ഖലീഫ് entrusted the Christian scholars the task of translating Greek and Syriac books into Arabic. അതായത് ഗ്രീക്ക്, സിറിയൻ ഭാഷകളിലെ പുസ്തകങ്ങൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് ഉമയ്യദ് അബ്ബാസിദ് ഖലീഫമാർ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? ക്രൈസ്തവ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ക്രൈസ്തവ പണ്ഡിതന്മാരെ ഉമയ്യദ് അബ്ബാസിദ് ഖലീഫമാർ എന്ത് ചുമതലയാണ് നൽകിയത്? ഗ്രീക്ക്, സിറിയൻ ഭാഷകളിലെ പുസ്തകങ്ങൾ ഏത് ഭാഷയിലേക്ക്? അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് ഉമയ്യദ് അബ്ബാസിദ് ഖലീഫമാർ ക്രൈസ്തവ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഇനി ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഫേമസ് വർക്കുകൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള അവരുടെ ബുക്കുകൾ. യൂക്ലിഡ്സ് ഫേമസ് വർക്ക് വാസ് എലമെൻറ്റ്സ്. യൂക്ലിഡിൻ്റെ ഫേമസ് വർക്ക് അല്ലെങ്കിൽ ഫേമസ് ബുക്കാണ് ഇത് എലമെൻറ്റ്സ്. ടോളമിയുടെ ഫേമസ് വർക്ക് ഏതാണ്? അൽമാഗസ്റ്റ്. അതുപോലെ തന്നെ ഇബിൻ സിനാസ് ഫേമസ് വർക്ക് കാനൺ ഓഫ് മെഡിസിൻ. ഇപ്പോൾ 3 ആളുകളുടെ ഫേമസ് വർക്ക് പറഞ്ഞു. യൂക്ലിഡ്സ് ഫേമസ് വർക്ക് ഏതാണ്? എലമെൻറ്റ്സ്. അല്ലെങ്കിൽ യൂക്ലിഡിൻ്റെ പ്രധാന പുസ്തകം അല്ലെങ്കിൽ യൂക്ലിഡിൻ്റെ പ്രധാന വർക്ക് ഏതാണ്? എലമെൻറ്റ്സ്. വർക്ക് എന്ന് പറഞ്ഞാൽ അവർ രചിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥമാണ് ഏത്? ബുക്കാണ്. അല്ലെങ്കിൽ യൂക്ലിഡ് ഫേമസ് ബുക്ക് ഏതാണ്? എലമെൻറ്റ്സ്. ടോളമീസ് ഫേമസ് വർക്ക് അൽമാഗസ്റ്റ്. ഇബിൻ സിനാസ് ഫേമസ് വർക്ക് കാനൺ ഓഫ് മെഡിസിൻ. ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ were also translated into Arabic. ഏതെല്ലാം ഭാഷകളാണ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം എന്നിവ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. അതായത് ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ were also translated into Arabic. അതായത് ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും മെഡിസിനും ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്? അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇനി യൂറോപ്പ്, ഇബിൻ സിന ആൾസോ നോൺ ആസ് അവിസന്ന. അതായത് യൂറോപ്പിൽ ഇബിൻ സിനയെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാണ്? അവിസന്ന.
അതായത് യൂറോപ്പിലെ ഇബിൻ സിനയെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അവിസെന്ന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇബിൻ സിനയുടെ അനദർ നെയിം എന്ന് ചോദിച്ചാൽ ഏതാണ്? അവിസെന്നയാണ്. അവിസെന്ന എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? ഇബിൻ സിന. അപ്പോൾ ഇബിൻ സിനാസ് വർക്ക് അല്ലെങ്കിൽ അവിസെന്നാസ് ഫേമസ് വർക്ക് എന്ന് ചോദിച്ചാലും കാനൺ ഓഫ് മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ഇബിൻ സിനാസ് ഫേമസ് വർക്ക് എന്ന് ചോദിച്ചാലും ഏതാണ്? കാനൺ ഓഫ് മെഡിസിൻ. അപ്പോൾ ഇബിൻ സിനയുടെ മറ്റൊരു പേരാണ് എന്ത്? അവിസെന്ന. അപ്പോൾ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലും ചോദിക്കാം. ഇബിൻ സിനാസ് ഫേമസ് വർക്ക് എന്ന് ചോദിച്ചാൽ ഏതന്നെയാണ്? കാനൺ ഓഫ് മെഡിസിൻ. അതുപോലെ തന്നെ അവിസെന്നാസ് ഫേമസ് വർക്ക് എന്ന് ചോദിച്ചാൽ അതും അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? കാനൺ ഓഫ് മെഡിസിൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഭാഷയും സാഹിത്യവും. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അബു നവാസ് കമ്പോസ്ഡ് ക്ലാസിക്കൽ പോയട്രി. അബു നവാസ് കമ്പോസ്ഡ് ക്ലാസിക്കൽ പോയട്രി. പേർഷ്യൻ വംശജനായ അബു നവാസ് ഒരു ക്ലാസിക്കൽ കവിതകൾ രചിച്ചിരുന്നു. അതായത് അബു നവാസ് ഏതാണ് രചിച്ചത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്തത്? ക്ലാസിക്കൽ പോയട്രി അഥവാ ക്ലാസിക്കൽ കവിതകളാണ് ആര് രചിച്ചത്? കമ്പോസ് ചെയ്തത്? അബു നവാസ്. When the Arabs conquered Iran, Pahlavi, the language of the sacred books of ancient Iran, was in decay. അതായത് അറബികൾ ഇറാൻ ആക്രമിച്ച കാലത്ത് ഇറാനിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ ഭാഷയായിരുന്ന പല്ലവി എന്തായിരുന്നു? ക്ഷയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അറബികൾ ഇറാൻ ആക്രമിക്കുന്ന കാലത്ത് ഇറാനിലെ ഗ്രന്ഥങ്ങളുടെ ഭാഷയായിരുന്ന പല്ലവി ആ സമയത്ത് ക്ഷയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ന്യൂ വേർഷൻ ഓഫ് പല്ലവി നോൺ ആസ് ന്യൂ പേർഷ്യൻ. അതായത് പല്ലവിയുടെ പുതിയ പതിപ്പാണ് ഏത്? പുതിയ പേർഷ്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് പല്ലവി അറബികൾ ഇറാൻ ആക്രമിക്കുന്ന കാലത്ത് ഗ്രന്ഥങ്ങളുടെ ഭാഷ ഏതായിരുന്നു? പല്ലവിയായിരുന്നു. എന്നാൽ ആ പല്ലവിയുടെ പുതിയ വേർഷനാണ് അല്ലെങ്കിൽ ന്യൂ വേർഷനാണ് ഏത്? ന്യൂ പേർഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രുദ്രകി വാസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. രുദ്രകി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. അതായത് സമാനിത് കവിയായ രുദ്രകി പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. രുദ്രകിയെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായി. അതായത് ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. പുതിയ പേർഷ്യൻ കവിതയുടെ അല്ലെങ്കിൽ രുദ്രകിയെ ആരായിട്ടാണ് കണക്കാക്കുന്നത്? പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. ആരാണ് പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്? ആൻസർ എന്താണ്? രുദ്രകി. രുദ്രകി വാസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ന്യൂ പേർഷ്യൻ പോയട്രി. പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? രുദ്രകിയെയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ് ഷോർട്ട് ലിറിക്സ് പോയംസ് ആൻഡ് ദ ക്വാട്രെയിൻ. ഇറ്റ് ഇൻക്ലൂഡ് ഷോർട്ട് ലിറിക് പോയം ആൻഡ് ദ ക്വാട്രെയിൻ. അതായത് പുതിയ കാവ്യത്തിൽ ചെറിയ ലിറിക്കൽ കവിതകളും 4 വരി കവിതകളും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ഷോർട്ട് ലിറിക്കൽ പോയം ആൻഡ് ദി ക്വാട്രെയിൻ. അതായത് ന്യൂ പേർഷ്യനിലെ ഇൻക്ലൂഡ് ഷോർട്ട് ലിറിക്കൽ പോയം, അതായത് ചെറിയ ലിറിക്കൽ കവിതകളും 4 വരി കവിതകളും ഏതിൽ ഉൾപ്പെടുന്നുണ്ട്? പുതിയ കാവ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ റുബായി റീച്ച്ഡ് ഇറ്റ്സ് എൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഉമർ ഖയ്യാം. ദ റുബായി റീച്ച്ഡ് ഇറ്റ്സ് എൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഉമർ ഖയ്യാം. അതായത് റുബായി അതിൻ്റെ ഉന്നതിയിലെത്തിയത് ആരിലൂടെയാണ്? ഉമർ ഖയ്യാമിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് റുബായി റീച്ച്ഡ് ഇറ്റ്സ് എൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഉമർ ഖയ്യാം. അതായത് റുബായി അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചേർന്നത് ഉമർ ഖയ്യാമിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫിർദൗസിസ് ഫേമസ് വർക്ക്. ഫിർദൗസിസ് ഫേമസ് വർക്ക് ഏതാണ്? ഷാനാമ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഫിർദൗസിയുടെ ഫേമസ് വർക്ക് ഏതാണ് അല്ലെങ്കിൽ ഫേമസ് ബുക്ക് ഏതാണത്? ഷാനാമയാണ്. അതുപോലെ തന്നെ നേരെ തിരിച്ചും ചോദിക്കാം, ഷാനാമ രചിച്ചതാരാണ്? ഹൂസ് കമ്പോസ്ഡ് ഷാനാമ. അതായത് ഓതർ ഓഫ് ഷാനാമ അല്ലെങ്കിൽ ഷാനാമ രചിച്ചതാരാണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? ഫിർദൗസി. അതുപോലെ തന്നെ ഈ ഷാനാമ രചിക്കാൻ വേണ്ടിയിട്ട് ഫിർദൗസി 30 വർഷങ്ങൾ വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഷാനാമ രചിക്കാൻ വേണ്ടിയിട്ട് ഫിർദൗസിക്ക് എത്ര വർഷം വേണ്ടി വന്നു? 30 വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് പറയപ്പെടുന്നു. At the beginning of the 11th century, Ghazni became the center of
പേർഷ്യൻ ലിറ്റററി ലൈഫ്. എന്താണ് പറയുന്നത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 11th century ഗസ്നി ബിക്കം ദ സെൻറ്റർ ഓഫ് പേർഷ്യൻ ലിറ്റററി ലൈഫ്. 11ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗസ്നി പേർഷ്യൻ സാഹിത്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായി തീർന്നിരുന്നു. 11ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗസ്നി എന്തായി? പേർഷ്യൻ സാഹിത്യ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രമായി തീർന്നിരുന്നു. ഖലീല വ ദിന്ന ദ ഓൾഡസ്റ്റ് കളക്ഷൻ ഓഫ് ആനിമൽ ഫാബിൾസ്. അതായത് ഖലീല വ ദിംന ദ ഓൾഡസ്റ്റ് കളക്ഷൻ ഓഫ് ആനിമൽ ഫാബിൾസ്. ഖലീല വ ദിംന എന്ന കഥാസമാഹാരം എന്താണ്? മൃഗങ്ങളെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു കഥകൾ എന്താണ് കഥയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഖലീല വ ദിംന എന്ന കഥ എന്തായിരുന്നു? മൃഗങ്ങളെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു കഥയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ അറബിക് ട്രാൻസ്ലേഷൻ ഓഫ് ദി പഞ്ചതന്ത്ര. ഈ കഥകൾ എന്ത് ചെയ്തു? പഞ്ചതന്ത്ര കഥകളുടെ അറബിക് പരിഭാഷയാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഖലീല വ ദിംന എന്ന കഥ എന്താണ്? ഈ പഞ്ചതന്ത്ര കഥയുടെ അറബിക് പരിഭാഷയാണ് ഏത്? ഖലീല വ ദിംന എന്ന് പറയുന്നത്. അതായത് ഖലീല വ ദിംന ഏത് കഥയാണ്? അറബിക് പരിഭാഷയിലുള്ള അല്ലെങ്കിൽ എന്താണ് പഞ്ചതന്ത്ര കഥയുടെ പഞ്ചതന്ത്ര കഥകളെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കഥയാണ് ഏത്? ഖലീല വ ദിംന. ജാഹിസ് വർക്ക്. ജാഹിസിൻ്റെ ഫേമസ് വർക്കാണ് ഏത്? കിതാബ് അൽ ബുക്ക. അതായത് ബസറയിലെ ജാഹിസിൻ്റെ ഫേമസ് പുസ്തകമാണ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഏത്? കിതാബ് അൽ ബുക്ക. ഇറ്റ് വാസ് ടെയിൽസ് അബൌട്ട് മൈസേഴ്സ് ആൻഡ് ആൾസോ അനലൈസ്ഡ് ഗ്രീഡ്. എന്താണ്? പിശുക്കന്മാരെ കുറിച്ചും അതുപോലെ അത്യാർത്ഥിയെക്കുറിച്ചുമുള്ള കഥയാണ് ഏത്? കിതാബ് അൽ ബുക്ക. കിതാബ് അൽ ബുക്ക ആരുടെ ബുക്കാണ്? ജാഹിസ്. ജാഹിസ് ഫേമസ് ബുക്കാണ് ഏത്? കിതാബ് അൽ ബുക്ക. ഇറ്റ് വാസ് ടെയിൽസ് അബൌട്ട് മൈസേഴ്സ് ആൻഡ് ആൾസോ അനലൈസ്ഡ് ഗ്രീഡ്. ഈ ബുക്കിൽ എന്താണ് പറയുന്നത്? പിശുക്കന്മാരെ കുറിച്ചും അത്യാർത്ഥിയെക്കുറിച്ചുമുള്ള കഥയാണ് ഏതിലുള്ളത്? കിതാബ് അൽ ബുക്ക എന്ന ഗ്രന്ഥത്തിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാലദുരിയുടെ ഫേമസ് ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഫേമസ് ബുക്കാണ് ഏത്? അൻസാബ് അൽ അഷ്റഫ്. ബാലദുരിയുടെ ഫേമസ് വർക്കാണ് ഏത്? അൻസാബ് അൽ അഷ്റഫ്. ബാലദുരിയുടെ ഫേമസ് വർക്ക് അല്ലെങ്കിൽ ഫേമസ് ഗ്രന്ഥമാണ് ഏത്? അൻസാബ് അൽ അഷ്റഫ്. അതുപോലെ തന്നെ തബരീസ് വർക്കാണ് ഏത്? താരീഖ് അൽ റസൂൽ വൽ മുൽക്ക്. താരീഖിൻ്റെ അല്ലെങ്കിൽ തബരിയുടെ ഫേമസ് വർക്ക് ഏതാണ്? താരീഖ് അൽ റസൂൽ വൽ മുൽക്ക് എന്നീ രണ്ട് പ്രധാന ചരിത്ര ഗ്രന്ഥങ്ങളിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇറ്റ് എംഫസൈസ്ഡ് ഇസ്ലാമിക് പീരിയഡ്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇസ്ലാമിക കാലഘട്ടത്തിനാണ് ഇവർ ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഊന്നൽ നൽകുന്നത്. ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ്? ബാലദിരിയുടെ അൻസാബ് അൽ അഷ്റഫും അതുപോലെ തന്നെ തബരിയുടെ താരീഖ് അൽ റസൂൽ വൽ മുൽക്ക് എന്നീ രണ്ട് ഗ്രന്ഥങ്ങളും എന്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്? ഇസ്ലാമിക കാലഘട്ടത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നു. മുഖദ്ദസീസ് ഫേമസ് വർക്ക് ഏതാണ്? മുഖദ്ദസീസ് ഫേമസ് വർക്ക് അഹ്സാൻ അൽ തഖ്സീം. മുഖദ്ദസിയുടെ ഫേമസ് വർക്ക് ഏതാണ്? അഹ്സൻ അൽ ടക്കാസീം. മുഖദ്ദസീസ് ഫേമസ് വർക്ക് അഹ്സൻ അൽ ടക്കാസീം. അത് മുഖദ്ദസിയുടെ ഫേമസ് ബുക്കാണ് ഏത് അല്ലെങ്കിൽ ഫേമസ് ഗ്രന്ഥമാണ് ഏത്? അഹ്സൻ അൽ ടക്കാസീം. ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി കൺട്രീസ് ആൻഡ് എ പീപ്പിൾ ഓഫ് ദി വേൾഡ്. ഇതിലെന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദി കൺട്രീസ് ആൻഡ് പീപ്പിൾസ് ഓഫ് ദി വേൾഡ്. രാജ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമുള്ള ഒരു താരതമ്യ പഠനമാണ് ഏതിലുള്ളത്? അഹ്സൻ അൽ ടക്കാസിം എന്ന ഗ്രന്ഥത്തിലുള്ളത്. ഈ അഹ്സൻ അൽ ടക്കാസിം എന്ന ഗ്രന്ഥം ആരുടേതാണ്? മുഖദ്ദസിയുടെയാണ്. അത് മുഖദ്ദസിയുടെ ഫേമസ് ഗ്രന്ഥമായ അഹ്സൻ അൽ ടക്കാസിം എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ലോകത്തിലെ രാജ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമുള്ള ഒരു താരതമ്യ പഠനമാണ് ഏത്? അഹ്സൻ അൽ ടക്കാസിം. മസൂദീസ് ഫേമസ് വർക്കാണത് മൂരജ് അൽ ദഹാബ. മസൂദീസ് ഫേമസ് വർക്ക് ഏതാണ്? മൂരജ് അൽ ദഹാബ. ഇൻ ദിസ് ബുക്ക് ജിയോഗ്രഫി ആൻഡ് ജനറൽ ഹിസ്റ്ററി വർ ഇൻ്റഗ്രേറ്റഡ്. അത് ഈ ബുക്കിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? മസൂദിയുടെ മുരാജ് അൽ ദഹാബയിൽ എന്ന ഗ്രന്ഥത്തിൽ ഭൂമിശാസ്ത്രവും പൊതുചരിത്രവും എന്ത് ചെയ്യുന്നത് സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് മസൂദിയുടെ മൂരജ് അൽ ദഹാബ ആരുടെ ഗ്രന്ഥമാണ്? മസൂദിയുടെ ഫേമസ് ബുക്കാണ് അത്
മുരാജ് അൽ ദഹാബ. Masudi's famous work, Muraj al-Dahaba. In this book, geography and general history were integrated. അതായത് മസൂദിയുടെ മുരാജ് അൽ ദഹാബ എന്ന ഗ്രന്ഥത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ഭൂമിശാസ്ത്രവും പൊതുചരിത്രവും സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അൽബറൂനീസ് ഫേമസ് വർക്ക്. അൽബറൂനിയുടെ ഫേമസ് വർക്കാണ്, അല്ലെങ്കിൽ ഫേമസ് ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഫേമസ് ബുക്കാണ് ഏത്? തഹ്കീഖ് അൽ ഹിന്ദ്. അൽബറൂനിയുടെ തഹ്കീഖ് അൽ ഹിന്ദ് എന്ന പുസ്തകം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ഇറ്റ് വാസ് ദ ഗ്രേറ്റ് അറ്റംപ്റ്റ് ടു ലുക്ക് ബിയോണ്ട് ദ വേർഡ് ഓഫ് ഇസ്ലാം ആൻഡ് ഒബ്സർവ് ദ വാല്യൂ ഇൻ അനദർ കൾച്ചറൽ ട്രഡീഷൻ. എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വാസ് ദ ഗ്രേറ്റ് അറ്റംപ്റ്റ് ടു ലുക്ക് ബിയോണ്ട് ദ വേർഡ് ഓഫ് ഇസ്ലാം ആൻഡ് ഒബ്സർവ് ദ വാല്യൂ ഇൻ അനദർ കൾച്ചറൽ ട്രഡീഷൻ. അൽബറൂനിയുടെ തഹ്കീഖ് അൽ ഹിന്ദ് എന്ന പുസ്തകം ഇസ്ലാമിൻ്റെ ലോകത്തിലപ്പുറത്തേക്ക് നോക്കാനും അതുപോലെ തന്നെ മറ്റൊരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മൂല്യം നിരീക്ഷിക്കാനുമുള്ള മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഏത്? അൽബറൂനിയുടെ തഹ്കീഖ് അൽ ഹിന്ദ് എന്ന ഗ്രന്ഥം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, കലയും വാസ്തുവിദ്യയും. മോസ്ക്സ് ഹാഡ് എ ഡിസ്റ്റിങ്ക്റ്റ് ആർക്കിടെക്ചറൽ ഫോം. അതായത് മുസ്ലിം പള്ളികൾക്ക് വ്യത്യസ്തമായ ഒരു വാസ്തുശില്പഘടന ഉണ്ടായിരുന്നു. മോസ്ക്സ് ഹാഡ് എ ഡിസ്റ്റിങ്ക്റ്റ് ആർക്കിടെക്ചറൽ ഫോം. അതായത് വ്യത്യസ്തമായ ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ വാസ്തുശില്പഘടനയുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദ റൂഫ് വേർ സപ്പോർട്ടഡ് ബൈ പില്ലേഴ്സ്. അതായത് അവ ഈ പള്ളിയുടെ മേൽപ്പുരയെ താങ്ങി നിർത്തിയിരുന്നത് ഏതായിരുന്നു? സ്തംഭങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ പള്ളിയുടെ മേൽപ്പുരയെ എന്തുകൊണ്ടാണ് താങ്ങി നിർത്തിയിരുന്നത്? സ്തംഭങ്ങൾ, അതായത് പില്ലേഴ്സ്. ദ റൂഫ് വേർ സപ്പോർട്ടഡ് ബൈ പില്ലേഴ്സ്. ഈച്ച് മോസ്ക് ഹാഡ് ആൻ ഓപ്പൺ കോർട്ട്യാർഡ്. അതായത് ഈച്ച് മോസ്ക് ഹാഡ് എ ഓപ്പൺ കോർട്ട്യാർഡ് ഓർ പോണ്ട് വാട്ടർ ഹാൾ. എന്തൊക്കെയാണെന്നോ, അതായത് ഓരോ പള്ളികൾക്കും തുറസായ നടുമുറ്റവും പിന്നെ അതുപോലെ തന്നെ കുളവും പിന്നെ ഒരു ഹാളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തുറസായ ഒരു നടുമുറ്റം, പിന്നെ അതുപോലെ തന്നെ ഒരു കുളം, അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വലുപ്പത്തിലുള്ള വലിയൊരു ഹാളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. There are two features the hall and niche and pulpit. ഹാളിൻ്റെ ഉൾഭാഗത്ത് രണ്ട് സവിശേഷതകളുണ്ട്. ഒന്നെന്താണ്? നിഷ്, മറ്റൊന്നെന്താണ്? പൾപിറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നിഷ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് മക്ക. അപ്പോൾ ഈ നിഷിൻ്റെ പ്രത്യേകത എന്താണ്? നിഷ മക്കയിലേക്കുള്ള ദിശയെ സൂചിപ്പിക്കുന്നു. നിഷ എന്താണ് സൂചിപ്പിക്കുന്നത്? മെക്കയിലേക്കുള്ള ദിശ സൂചിപ്പിക്കുന്നു. മക്കയിലേക്കുള്ള ദിശ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദ പുൾപിറ്റ് വാസ് യൂസ്ഡ് ഫോർ പ്രേയേഴ്സ് ഓൺ ഫ്രൈഡേ. അതായത് ഈ പ്രസംഗവേദി എന്തിനാണ് ഉപയോഗിക്കുന്നത്? മതപ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രസംഗവേദി ഉപയോഗിക്കുന്നത്. അതായത് പുൾപിറ്റ് എന്താണ്? പുൾപിറ്റ് വാസ് യൂസ്ഡ് ഫോർ പ്രേയേഴ്സ് ഓൺ ഫ്രൈഡേ. അതായത് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന മതപ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? പുൾപിറ്റ് അഥവാ പ്രസംഗവേദി ഉപയോഗിക്കുന്നത്. എ മിനാരെ വാസ് അറ്റാച്ച്ഡ് ടു ദി ഹാൾ. അതായത് ഹാളിനോട് ചേർന്ന് എന്തുണ്ടായിരുന്നു? ഒരു മിനാരം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എ മിനാരറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ ഹാൾ. എ മിനാരറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ ഹാൾ. അതായത് ഹാളിനോട് ചേർന്ന് എന്തുണ്ട്? ഒരു മിനാരം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ടൈം ഓഫ് ദി 5 ഡെയിലി പ്രേയേഴ്സ് ആൻഡ് വീക്ക്ലി സെർമൺസ് വാസ് മാർക്ക്ഡ് ഇൻ സിറ്റീസ് ആൻഡ് വില്ലേജസ്. എന്താണ് പറയുന്നത്? ടൈംസ് ഓഫ് ദ 5 ഡെയിലി പ്രേയേഴ്സ് ആൻഡ് വീക്ക്ലി സെർമൺസ് വാസ് മാർക്ക്ഡ് ഇൻ സിറ്റീസ് ആൻഡ് വില്ലേജസ്. അതായത് 5 നിത്യപ്രാർത്ഥനകളുടെയും ആഴ്ചതോറുമുള്ള മതപ്രസംഗത്തിൻ്റെയും സമയം മതപ്രസംഗത്തിൻ്റെയും സമയം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്? അതായത് നിസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ 5 നിത്യപ്രാർത്ഥനകളുടെയും ആഴ്ചതോറുമുള്ള മതപ്രസംഗത്തിൻ്റെയും സമയം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. The same pattern of construction was used in mosques, also in caravan, cereal and hospital and palaces. എന്തൊക്കെയാണ്? അതായത് മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ ശവകുടീരങ്ങളും പണിതിരുന്ന അതേ മാതൃകയിൽ തന്നെയാണ് ഏതെല്ലാം പണിതിരുന്നത്? സത്രങ്ങളും ആശുപത്രികളും കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
അതായത് സെയിം പാറ്റേൺ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് യൂസ്ഡ് ഇൻ മോസ്ക്, ആൾസോ ഇൻ ഹോസ്പിറ്റൽ, പാലസസ് ആൻഡ് ബിൽഡിങ്സ്. അതായത് മുസ്ലിം പള്ളികളുടെ അതേ മാതൃകയിൽ തന്നെയാണ് സത്രങ്ങളും ആശുപത്രികളും കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദ ഉമയ്യദ് ബിൽറ്റ് ഡെസേർട്ട് പാലസസ് ഇൻ ഓസസ്. അതായത് ഉമയ്യദുകൾ മരപ്പച്ചകളിൽ എന്താണ് മരുഭൂമി കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉമയ്യദുകൾ എവിടെയാണ് മരുഭൂമി കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ചിരുന്നത്? മരുപ്പച്ചകളിൽ. ഉമയ്യദുകൾ മരുപ്പച്ചകളിൽ മരുഭൂമി കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ദ അബ്ബാസിദ് ബിൽറ്റ് എ ന്യൂ ഇമ്പീരിയൽ സിറ്റി ഇൻ സമറ. അബ്ബാസിദുകൾ എന്താ ചെയ്തിരുന്നത്? അബ്ബാസിദുകൾ ഒരു പുതിയ രാജകീയ നഗരം സമറായിൽ പണി കഴിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അതായത് ഉമയ്യദ് ബിൽറ്റ് ഡെസേർട്ട് പാലസസ് ഇൻ ഓസസ്. അതുപോലെ തന്നെ അബ്ബാസിദ് ബിൽറ്റ് എ ന്യൂ ഇമ്പീരിയൽ സിറ്റി ഇൻ സമറ. ഉമയ്യദുകൾ മരപ്പച്ചകളിൽ മരുഭൂമി കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അബ്ബാസിദുകൾ എന്ത് ചെയ്തിരുന്നു? ഒരു പുതിയ രാജകീയ നഗരം സമറായിൽ പണി കഴിപ്പിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. കലിഗ്രഫി ഈസ് ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. കലിഗ്രഫി ഈസ് ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. എഴുത്തിൻ്റെ കലയാണ് കലിഗ്രഫി അല്ലെങ്കിൽ കയ്യെഴുത്ത് എന്ന് പറയുന്നത്. എഴുത്തിൻ്റെ കലയെയാണ് എന്ത് പറയുന്നത്? കയ്യെഴുത്ത് അഥവാ കലിഗ്രഫി എന്ന് പറയുന്നത്. അറബ്സ്ക് ഈസ് കൈൻഡ് ഓഫ് പെയിൻറ്റിങ്. അതുപോലെ തന്നെ അറബ്സ്ക് ഈസ് എ കൈൻഡ് ഓഫ് പെയിൻറ്റിങ് വിത്ത് ജിയോമെട്രിക് ആൻഡ് വെജിറ്റൽ ഡിസൈൻ. അറബ്സ്ക് ഈസ് എ കൈൻഡ് ഓഫ് പെയിൻറ്റിങ് വിത്ത് ജിയോമെട്രിക് ആൻഡ് വെജിറ്റൽ ഡിസൈൻ. ജിയോമെട്രിക് ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിയാണ് അറബ്സ്ക്. അതായത് അറബ്സ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിയോമെട്രിക് ഡിസൈനുകളും സസ്യങ്ങളുടെ ഡിസൈനുകളുമുള്ള ചിത്രപ്പണിയാണ് അറബസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്.